ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ജാനകീ ജീവനസ്മരണം. മുല്ലോർലിത്തേവരേ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം, സർവേശ്വരമംഗലത്തപ്പ ശരണം, തളിയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം,
സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിദ്ധജംഭൂബലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ആഞ്ജനേയ സ്വാമിക്ക് രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇവിടെ നമ്മൾ എല്ലാ വർഷവും ഈ രാമായണ പാരായണം സ്തുതികൾ വായിക്കാറുള്ളതാണ്. അതാരുടെയൊക്കെയോ കയ്യിൽ ഉണ്ട്, ചിലവരുടെ കയ്യിലില്ല. അപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ സൗകര്യമുള്ളവരെടുത്തിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുക. കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് തന്നോളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നാളെ ആർക്കെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് തന്നിവിടെ വെച്ചാൽ നാളെ ആർക്കാണ് വേണ്ട വെച്ചെടുക്കുക. അതുപോലെ നാമാവലിയുടെയും ഉണ്ടാവും, അതിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് കുറച്ച് എടുത്തിട്ട് ഇവിടെ തന്നാൽ അത് പാരായണം കഴിയണ സമയത്താണ് നമ്മളത് വായിക്കാറ്. അപ്പോൾ നമുക്കത് പ്രയോജനപ്പെടും. ജാനകീ ജീവനസ്മരണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഭഗവാന്റെ മുല്ലോർലിത്തേവരുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമമായ കാരുണ്യം കൊണ്ട് നമുക്ക് ഇന്ന് 3-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു. ഓരോ ദിവസവും ആ രാമായണത്തെ വേണ്ടതുപോലെ ഉള്ളിലേക്ക് എടുത്ത് നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കാനായിട്ട് ഇവിടെ പറയുന്ന വാക്കുകളൊക്കെ ഭഗവാൻ ആ വാക്കുകളിലൂടെ പ്രകാശിച്ച് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അജ്ഞാനത്തിൻ്റെ ഇരുട്ടിനെ നീക്കിയിട്ട് ജ്ഞാനപ്രകാശം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ അഹല്യയുടെ ആ മോക്ഷപ്രാപ്തിയാണ് നമ്മൾ ആ ഭാഗങ്ങളാണ് പാരായണം ചെയ്തുകൊണ്ടിരുന്നത്. അഹല്യയ്ക്ക് ആ മോക്ഷം കൊടുത്തിട്ട് അഹല്യസ്തുതി തൊട്ടാണ് ഇത്തവണ വായിക്കേണ്ടത്. അപ്പോൾ അഹല്യയെ നമ്മൾ അനുസ്മരിക്കുകയുണ്ടായി. ഗൗതമ മഹർഷി അഹല്യയെ ശപിച്ച് ശിലയാക്കി എന്നാണ് ഇതിൽ പറയണത്. പക്ഷേ ശാപമല്ല, അത് അനുഗ്രഹമായിരുന്നു. ആ ഒരു ഏകാന്തമായ തപസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ആ തപസ്, ഏകാന്തമായ തപസ്സിൻ്റെ ഫലമായിട്ട്
ആ ശ്രീരാമൻ്റെ ആ പാദ രേണുക്കളെ ശിരസിലണിയാനുള്ള ഒരു സൗഭാഗ്യം അഹല്യയ്ക്ക് വന്നു ചേർന്നു. അപ്പോൾ അഹല്യയെ പരിപൂർണമായിട്ട് പവിത്രയാക്കാനായിട്ട് ആണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആ ഒരു ഭാഗമാണ് ഇന്നലെ വായിച്ച് നമ്മൾ സമർപ്പിച്ചത്. ഇന്ന് അഹല്യസ്തുതി മുതലാണ് വായിക്കുന്നത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം. ആ ഹൃദയത്തിലെ ആ ഭഗവാനോടുള്ള രമണം ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ളൊരു ആ ഭഗവാനോടുള്ള ആ രമണം, ഭഗവാനോടുള്ള ആ പരമപ്രേമം ഉണ്ടായാൽ മാത്രമാണ് ഏകാഗ്രമായിട്ട് ശ്രദ്ധയോടുകൂടി ഇരുന്നിട്ട് നമുക്കത് ശ്രവിക്കാനും പറയാനൊക്കെ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മളുടെ ചിന്തകൾ പല വഴിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഈ ശരീരം മാത്രം ഇവിടെ ഇരിക്കണു എന്ന് മാത്രം വരും. അപ്പോൾ നമുക്കത് പ്രയോജനം ആവണമെങ്കിൽ ആ രാമനിൽ രമിക്കണം. ആ രമിച്ചാൽ മാത്രമാണ് അത് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത്, ഇന്നലെ പറഞ്ഞല്ലേ, പുഷ്പങ്ങൾ സമർപ്പിക്കുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കേണ്ടത്? മനസ്സ്, ഭഗവാനെ എൻ്റെ മനസ്സാണ് ഞാനിതാ ഇവിടെ സമർപ്പിക്കുന്നത്. പരിപൂർണമായിട്ട് ആ മനസ്സിനെ കീഴടക്കാനും ശാന്തമാക്കാനുള്ള കെൽപ്പൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ആ ഭഗവാന്റെ സന്നിധിയിലിരുന്ന് ഭഗവത് കഥകൾ കേൾക്കുന്ന ആ സമയത്തെങ്കിലും ഭഗവാനെ ആ മനസ്സിനെ അവിടുത്തെ പാദത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് അനുഗ്രഹിക്കണേ. അങ്ങനെ ആ പാദത്തിൽ ചേർത്ത് കുറേ കഴിയുമ്പോൾ ആ ശ്രീരാമപാദത്തിൻ്റെ, ഭഗവത് പാദത്തിൻ്റെ, ആ ശ്രീമൻ നാരായണത്തിൻ്റെ പാദത്തിൻ്റെ ആ സുഗന്ധം ഏറ്റുകൊണ്ട് അവിടെ നിന്ന് പോരാൻ ആ മനസ്സിന് തോന്നില്ല. മറ്റ് പലതിനെയും കണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സിന് ആ ഭഗവാന്റെ ആ പാദത്തിൽ നിന്ന് വിട്ടുപോരാൻ സാധിക്കില്ല. അപ്പോൾ അലയുന്ന മനസ്സ് ഒരിടത്ത് ശാന്തമായിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെയൊക്കെ എന്തുണ്ടാവും? മനഃശാന്തി ലഭിക്കും. കാരണം മനസ്സാണ് നമുക്ക് ശാന്തിയാക്കി തരുന്നത്. മനസ്സാണ് നമ്മുടെ ശത്രു. നമ്മളെപ്പോഴും പറയുന്നുണ്ട്, മനസ്സ് പല വിധത്തിൽ അലഞ്ഞു തിരിയാണ്, പല വിധത്തിൽ അലഞ്ഞു തിരിയണു. അങ്ങനെ അലഞ്ഞു തിരിയുന്ന മനസ്സിനെ ശാന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരേ രാമ രാമ ജാനകീ ജീവനസ്മരണം. അഹല്യയെ ഭഗവാൻ അഹല്യയെ കണ്ടിട്ട് അനുഗ്രഹിച്ചപ്പോൾ ഭഗവാനെ കാണണോ, അഹല്യ കാണുന്ന മനോഹരമായ രംഗം നമ്മൾ കഴിഞ്ഞ ദിവസം അനുസ്മരിച്ചു. അങ്ങനെ സുന്ദരനായിട്ടുള്ള ആ അത്യന്ത കോമളനായിട്ടുള്ള ഭഗവാനെ കണ്ടുകൊണ്ട് ഉള്ളിൽ നിറഞ്ഞ പ്രേമത്തോടു കൂടിയിട്ടതാ അഹല്യ സ്തുതിക്കണു. ഞാനഹോ കൃതാർത്ഥനായ ജഗന്നാഥ, നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം പത്മജാരുദ്രാദികളാൽ ആക്ഷേപിതം പാദപത്മ സംലഗ്ന പാംസുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചതു ഭഗവത് പ്രസാദാതിരേഖത്താൽ. അതിനെത്തുമോ ബഹുകൽപ്പകാലം ആരാധിച്ചാലും.
പറയണത് എന്താ, ആ ഭഗവാന്റെ പാദരേണുക്കളെ എനിക്ക് എൻ്റെ ശിരസിലണിയാനായിട്ട് ഭാഗ്യം ലഭിച്ചു. അത് എന്തുകൊണ്ടാണ്? എൻ്റെ തപസ്സിൻ്റെ മഹത്വം കൊണ്ടോ? ഞാൻ ഇത്ര സമയം ഇവിടെ തപസ് ചെയ്ത് ഏകാഗ്രമായി തപസ് ചെയ്തത് കൊണ്ടൊന്നുമല്ല. എന്തുകൊണ്ടാണ്? അങ്ങയുടെ ആ പ്രസാദം കൊണ്ട്, അങ്ങയുടെ കാരുണ്യം കൊണ്ട് അതെനിക്ക് സാധിച്ചു. അല്ലാണ്ട് എത്ര കാലം ആരാധിച്ചാലും തപസ് ചെയ്താലൊന്നും അത് ലഭിച്ചോളണമെന്നില്ല. അതെങ്ങനെയാ ലഭിക്കുള്ളൂ? കാരുണ്യം കൊണ്ടേ ലഭിക്കുള്ളൂ. കാരുണ്യം ഉണ്ടാവുക എന്താ? ആ എങ്ങനെയാണോ അല്ലേ? ഇപ്പം നമ്മൾ ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളാണ്, നമ്മളേതാ വഴക്ക് പറയുമ്പോൾ നമ്മൾ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ അല്ലേ? നമ്മളുടെ ഒരു മനോഭാവം അങ്ങനെയല്ല. ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പറയണേ? നമ്മളെപ്പോഴും പറയും നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ, നമുക്കത് മനസ്താപമാണ്. അപ്പോൾ ആ അറിഞ്ഞോ അറിയാണ്ടോ ചെയ്ത ഒരു തെറ്റ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, തെറ്റായിട്ട് ചെയ്തതല്ലെങ്കിലും അതിനെ അംഗീകരിച്ചുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ള ആ ഒരു സുമനസ്സ് ഭഗവാൻ തൊട്ടറിഞ്ഞു. നമ്മുടെ മനസ്സ് തൊട്ടറിയുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായത്. ആ കാരുണ്യത്തിലെ അതുകൊണ്ടാണ് ആ ഭഗവാന്റെ ആ പാദരേണുക്കളെ ശിരസിലണിയാനുള്ള ഭാഗ്യം ലഭിച്ചത്. അത് എത്ര കാലം ആരാധിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ആവില്ല. കാരുണ്യം ഉണ്ടാവണം. കാരുണ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോന്നും ആത്മാർത്ഥമായിട്ട് തീരണം. അതാണ് പറയണത്. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം ആനന്ദമയാനായോരാദിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേഖാശൂന്യൻ അജലനല്ലോ ഭവൻ ത്വൽപാദാംബുജാപാംസു പവിത്രാ ഭഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു. വൈകുണ്ഠ തൽകുണ്ഠാത്മനം ദുർലഭാമൂർത്തേ വിഷ്ണു മർത്യനായി അവതരിച്ചോരു പുരുഷദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധമത്ഭുതാവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധം ആദ്യന്തഹീനം നിത്യമവ്യയം ഭജിച്ചിടുന്നേനി നിത്യം ഭക്ത്യൈവ മറ്റാരെയും ഭജിച്ചിടുന്നേനല്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം യാതൊരു നാഭീതന്നിലുണ്ടായി വിരിഞ്ജനും യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ ചേതസാ തുൽസാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദാ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവീതാനും ബ്രഹ്മലോകത്തിൽ നിന്നന്യുഹം ഗതിക്കുന്നു കൽമഷാഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. ആദ്യനദ്വയാനേകൻ അവ്യക്തനാകുലൻ വേദ്യനല്ലാരാലുമെന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം കൊണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്ത്യാ ഭജിച്ചിടുന്നേ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി. ഹരേ നമ. ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്വാനഖണ്ഡൻ ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടു നിർഗുണമൂർത്തി വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണം. വേദാന്തവേദ്യൻ മമ ചേതസി വസിക്കേണം. രാമരാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയാ പത്മാർച്ചിതം മാനഹീനന്മാരം ദിവ്യന്മാരാൽ അനുധ്യേയം. മാനാർത്ഥം
മുന്നിൽ ആക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശംഖചക്ര കുലിശമസ്യങ്കിതം മന്മനോനികേതനം കൽമഷാവിനാശനം നിർമ്മലാത്മനം പരമസ്പദം നമോസ്തുതേ ജഗദാശ്രയം ഭവൻ ജഗത്തായതും ഭവൻ ജഗദാമദീഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ സർവഭൂതനായതും ഭവൻ അജൻ അവ്യയൻ ഭവൻ അജിതൻ നിരഞ്ജനൻ വശതാം വിഷയമല്ലാതൊരാനന്ദമല്ലോ വാചകോഭയഭേദേന ജഗന്മയൻ വാജ്യനായി വരേണമേ വാക്കിനു മമാ സദാ അജൻ അവ്യയൻ ഭാവനാജിതൻ. അതായത് പറയണ ഭഗവാന്റെ ഓരോരോ ജന്മരഹിതനാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാനൊന്നും ഭഗവാന്റെ മഹത്വത്തെ വിവരിക്കാൻ പറഞ്ഞാൽ വാക്കുകളെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. വാച്യം വാചകം എന്നുള്ള വാക്കുകൾക്ക് ഒന്നും അങ്ങേ പറയാൻ പറ്റില്ലെങ്കിലും ഭഗവാനെ അവിടുത്തെ കാരുണ്യം കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിഷയമായിട്ട് തീരണേ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ പറയാൻ പറ്റുമോ? ഇല്ല. ഭഗവാനെ നാവുകൊണ്ട് പറയാൻ പറ്റില്ല. എത്ര പറഞ്ഞാലും പറഞ്ഞത് ശരിയാവില്ല, പൂർണ്ണമാവില്ല. എങ്കിലും പറയാനുള്ള കൊതി കൊണ്ട് പറയുകയാണ്. അപ്പം അതുകൊണ്ട് ഭഗവാനോട് തന്നെ പറയണു. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഭഗവാനെ അത് എൻ്റെ വാക്കുകൾക്ക് അങ്ങ് വിഷയമായിട്ട് തീരണം. ഭഗവാൻ തന്നെ നാവിലിരുന്ന് അത് ആയിട്ട് തീരണം. അപ്പോഴേ അത് വേണ്ടതുപോലെ ആവുള്ളൂ. അല്ലെങ്കിൽ അത് വേണ്ടതുപോലെ ആവില്ല. അപ്പം ഭഗവാനോട് അത് തന്നെയാണ് ഇവിടെ അഹല്യ പറയണത്. കാര്യകാരണാകർത്തു ബലസാധനാഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു. കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ. തന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനം തന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്നു കൽപ്പിച്ചിടുന്നോരജ്ഞാനികൾ പുറത്തുമകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതു നിത്യം നിന്തിരുവടിയല്ലോ. ശുദ്ധനദ്വയൻ സമന്നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അസംഗൻ നിരാകാരൻ സത്വാദി ഗുണത്രയായുക്തനായുക്തയം ശക്തിയുക്തൻ സത്വഗുണങ്ങളിൽ വാഴും ജീവാത്മാവായ നാഥൻ ഭക്തനാം മുക്തിപ്രദൻ. ഹരേഷ്ണ യുക്തനാം യോഗപ്രദൻ ശക്തനാം ഭുക്തിപ്രദൻ സിദ്ധനാം സിദ്ധപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരൂപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാമൃതാത്മകൻ പരൻ സത്വമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭൂ സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായ ത്രയം മൂഢാത്മാവായ മൂഢാത്മാവാം അന്ധയായുള്ളൊരു ഞാനെങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വമെന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ. ഭഗവാന്റെ ആ വാക്കുകളെ കൊണ്ട് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടും പൂർണ്ണമായിട്ടില്ല. ശുദ്ധനാണ്, നിത്യനാണ്, നിർമ്മലനാണ്, ശാന്തനാണ്, നിസ്സംഗനാണ്, നിരാകാരനാണ്, ശക്തിയുക്തനാണ്, എല്ലാവരുടെ ഉള്ളിലും ആഴുന്ന ജീവാത്മാവാണ്, മുക്തിപ്രദനാണ്. ഇതെല്ലാം പറഞ്ഞിട്ടും പറയണു. ഇതൊക്കെ ഇങ്ങനെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ പറ്റിയിട്ട് മൂഢാത്മാവായിട്ടുള്ള ഞാനെങ്ങനെ അറിയണമെന്ന് അഹല്യ ചോദിക്കണു. അതുപോലെ നമുക്കും എന്താ അറിയും ഭഗവാനെ പറ്റിയിട്ട്? ഇങ്ങനെ പറയണതൊക്കെ കേട്ട് മനസ്സിലാക്കണമെന്നല്ലാണ്ട് നമുക്കും ഒന്നും അറിയില്ല. അപ്പം അതുകൊണ്ട് ഒന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്? ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ നമസ്കരിക്കുക. ഭഗവാനെ എപ്പോഴും നമസ്കരിച്ചു കൊണ്ടേയിരിക്കുക ആത്മാർത്ഥമായിട്ട്. അതാണ് സന്തതം ഭൂയോ ഭൂയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ് വീണ് നമസ്കരിക്കുക. പിന്നെ പ്രാർത്ഥിക്കുന്നത് എന്താ? എത്ര കുത്രാഭി വസിച്ചിടിലും എല്ലാ നാളും
പൊൽത്തളീരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാവേണമെന്നൊഴിഞ്ഞ പരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല. നമസ്തേ നമോ നമാം. എവിടെയാണെങ്കിലും ഏതവസരത്തിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും ഭഗവാനെ അവിടുത്തെ ആ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ട് അവിടുത്തെ ആ പാദത്തിൽ പ്രേമഭക്തി ഉണ്ടാവാനായിട്ട് അനുഗ്രഹിക്കണേ. അതിലും അപ്പുറമായിട്ട് ഒന്നുമില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ബാക്കിയെല്ലാം ശരിയായി. ഏതവസ്ഥയിലിരിക്കുമ്പോഴും മനസ്സ് ശാന്തമാക്കിക്കൊണ്ട് ആ ഭഗവത് നാമങ്ങൾ ജപിക്കാനും ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കാനൊക്കെ സാധിക്കണേ എന്നതാ പ്രാർത്ഥിക്കണു. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ. നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി. നമ്മളും എപ്പോഴും ചെയ്യേണ്ടതാണ് സമസ്ത കർമാർപ്പണം ഭവതി. വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. കായേന വാചാ മനസേന്ദ്രിയർവാ എന്ന് പറഞ്ഞിട്ട് ആ കൈകൊണ്ട് ചെയ്യണ പ്രവൃത്തി എങ്ങനെയാണ് ഭഗവാന്റെ കൈകൊണ്ട് ചെയ്യണതെല്ലാം ഈശ്വര പൂജയാവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കൈകളെ കൊണ്ട് ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. ഈശ്വര പൂജയാവണമെന്ന് പറഞ്ഞ ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ കൈ അരുതാത്തതിന് ചലിക്കുമ്പോൾ അപ്പോൾ വിചാരിക്കും ഈശ്വര പൂജയാവണമെന്നല്ലേ പ്രാർത്ഥിച്ചേ. അപ്പോൾ അരുതാത്ത കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ള കാര്യങ്ങൾ ചീത്ത കാര്യങ്ങൾക്കോ കൈ പ്രയോജനപ്പെടില്ല. അതാ പറഞ്ഞ ആ മനസ്സ് അല്ലേ, മനസ്സുകൊണ്ടും ഇന്ദ്രിയം കൊണ്ടൊക്കെ ഉള്ളത് മുഴുവനും ഭഗവാനെ പൂജിക്കുകയാണ് എന്ന് വരുമ്പോൾ സർവ ആ കർമ്മങ്ങളും ഈശ്വരന് സമർപ്പിക്കുമ്പോൾ നമ്മൾ അറിവോട് കൂടിയിട്ട് ഒരു കർമ്മം തെറ്റായ കർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഈശ്വര പൂജയല്ലേ. ഒരാളെ ദ്രോഹിക്കാനോ നിന്ദിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. മറ്റുള്ളവരുടെ ആ കുറ്റങ്ങളോ കുറവുകളോ പരദൂഷണം അതൊന്നും പറഞ്ഞിട്ടൊന്നും നമുക്കൊരു കാര്യമില്ല. എന്ത് കാര്യമുണ്ട് അതൊക്കെ മറ്റുള്ളവരുടെ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യമില്ല. അതുകൊണ്ട് നമുക്കൊരു ഗുണം ഉണ്ടാവാൻ പോകണില്ല. പിന്നെ എന്തിനാണ് നമ്മളത് പറയണേ? മറിച്ച് ദോഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ മുതിരുമ്പോൾ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചിന്തകളെ കൊണ്ടുള്ളതൊക്കെ ഈശ്വര പൂജയാണെന്ന് വരുമ്പോൾ ആ വക ചിന്തകളൊന്നും വരില്ല. പിന്നെ നമ്മൾ അറിയാതെ വന്ന് പെട്ടുപോകുന്ന ചില പൂർവ്വജന്മകൃത വാസനയുടെ ഫലമായിട്ട് അറിയാണ്ട് ചിലത് സംഭവിച്ചു പോകും. ഇപ്പോൾ അഹല്യയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിച്ചു പോവാം. അതൊക്കെ ഭഗവാന്റെ ബാക്കിയെല്ലാം നമ്മുടെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ നമ്മളിത് ശ്രദ്ധിച്ചു എന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാൻ അതിനും അനുഗ്രഹമായിട്ട് ആ സംഭവം അനുഗ്രഹമായിട്ട് മാറ്റും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അഹല്യയ്ക്ക് ആ ഭഗവാന്റെ പാദങ്ങളെ നേരിട്ട് കാണാനും പാദപാംസുക്കളെയൊക്കെ അണിയാനുള്ള ഭാഗ്യം തന്നത്. അതും വലിയ അനുഗ്രഹമായിട്ട് മാറും. അതാ ഇവിടെ പറയണു, എപ്പോഴും സമസ്ത കർമാർപ്പണം ഭവതി അങ്ങയ്ക്കായിട്ട് കരോമി. ഞാൻ ചെയ്യണു. എൻ്റെ എല്ലാ കർമ്മങ്ങളും ഭഗവാനെ അവിടുത്തെ പാദത്തിലെ പൂജയായിട്ട് ഞാനിതാ സമർപ്പിക്കണു. സമസ്താപരാധം ക്ഷമസ്വാജകൽപദേ ജനനാമരണ ദുഃഖാപഹം ജഗന്നാഥം ദീനനായക കോടി സദൃശ്യപ്രഭം രാമം കരസാരസായുഗ സുധൃതാശരചാപം കരുണാകരം ജലദാഭാസം രാമം കനകാരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വലരത്നാകുണ്ടലാഞ്ചിതാഖണ്ഡം കമലാദലാലോല വിമലാവിലോചനം കമലോത്ഭവനദം മനസാ രമാമീഠേ പുരതസ്ഥിതം സാക്ഷാദീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ. ലോകേശാത്മജയാകുമഹല്യയും പിന്നെ ലോകേശാനുജ്ഞയാ പോയി ധൂപവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തു വസിച്ചിടിനാളഹല്യയും സ്തുതി ഭക്തിയോടെ ജപിച്ചിടുന്ന പുമാൻ ശുദ്ധനായ അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കുമത്രയെല്ലാവരും ഐഹിക സൗഖ്യം മനുജന്മാർക്കു നൂനം. ഭക്ത്യാനാഥനെ ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചിടിൽ സാധിക്കും സകലവും.
പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം, അർത്ഥാർത്ഥി ജപിക്കിൽ അർത്ഥവുമുണ്ടാമേറ്റം. ഗുരുതൽപകൻ കനകസ്ഥേയി സുരാപായി ധരണീസുരഹന്ത പിതൃമാതൃഹാഭോഗി പുരുഷാധമാനേറ്റമുണ്ടെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ജതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ ജപിച്ചാതരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. രാമായണത്തിൽ ഓരോ സ്തുതി പറയുമ്പോഴും ആ സ്തുതിയുടെ മാഹാത്മ്യം കൂടി അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പം അതിൽ പറയണത് എന്താ, ആ പുത്രനെ നല്ല പുത്രന്മാരുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടെങ്കിൽ നല്ല പുത്രന്മാരുണ്ടായിട്ട് തരും. കാരണം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം പറയണത്. അപ്പോൾ ആ ഗൃഹസ്ഥാശ്രമികളായ നമുക്ക് ഓരോരുത്തർക്ക് ആഗ്രഹമാണ് അല്ലേ, നല്ല കുട്ടികളുണ്ടാവണം, അർത്ഥം ഉണ്ടാവണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനും അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇത് ആഗ്രഹം എന്താണ്, പുത്രനുണ്ടാവണം എന്നാണ്. പിന്നെ ധനം ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണെങ്കിലും ഇത് ഈ ഒരു സ്തുതി ചൊല്ലിയാൽ നല്ല പുത്രന്മാരുണ്ടാവും. എങ്ങനെ ചൊല്ലണം, ഭക്തി ശ്രദ്ധയാ എന്ന് പറയുന്നത്. ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി എന്തിനു വേണ്ടിയിട്ടായാലും ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇത് ജപിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ആന്തരാർത്ഥം നമ്മുടെ ഉള്ളിൽ തെളിയണു. അപ്പോൾ അത് നമുക്ക് പ്രയോജനമാവുകയാണ് ചെയ്യണത്. കുട്ടികളോട് പറയുകയാണ്, മുഴുവനും മാർക്ക് മേടിച്ച് ഇന്ന് വന്നാൽ ഒരു ചോക്ലേറ്റ് തരാം എന്ന് പറയുമ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് അവർ നന്നായി പഠിക്കും, ആ മാർക്ക് മേടിക്കും. മാർക്ക് മേടിച്ച് നന്നായി അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണെങ്കിലും അവരത് ശ്രദ്ധിച്ച് ആ മാർക്ക് മേടിക്കും. അങ്ങനെ ആദ്യമൊക്കെ ചോക്ലേറ്റ് കൊടുക്കണോ, പിന്നെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവും, ഇത് വിദ്യാഭ്യാസം അത്യാവശ്യമാണ്, ഇതുകൊണ്ടാണ് പ്രയോജനം എന്ന് മനസ്സിലാവുമ്പോൾ പിന്നെ അവർക്ക് യാതൊന്നും വേണമെന്നില്ല അല്ലേ. അവർ തന്നെത്താനെ പഠിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും, വേറെ ഒന്നും അവർക്ക് അങ്ങനെ വേണം എന്നില്ല. അപ്പം അതുപോലെയാണ് ഇവിടെ പറയണത്. ഇത് പറയണു ഇതിൽ ഓരോന്നും ഇപ്പോൾ നമ്മുടെ ആ മനസ്സിൻ്റെ മനോമാലിന്യങ്ങളെ നീക്കാനാണ് ഇങ്ങനെ പറയണത്. അപ്പം ഈ രാമായണത്തിൽ പ്രത്യേകിച്ച് പറയും, ഓരോ സ്തുതി വായിച്ചാലും ഇതുപോലെ കേൾക്കാം. കാരണം അപ്പം രാമായണത്തിലെ ഓരോരോ സ്തുതികൾക്കും ഓരോരോ മഹത്വമുണ്ട്. അത് ഓരോരോ അർത്ഥങ്ങൾ അടങ്ങിയിട്ടിരിക്കുന്നുണ്ട് അതിൽ. അപ്പം അത് നിത്യോപാസന പോലെ നമ്മളിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ ഇത് 41 ദിവസം ഇതിങ്ങനെ അടുപ്പിച്ച് ജപിച്ചാൽ നല്ല ധനം ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്താണ് ധനം? നശിച്ചു പോകുന്ന ധനത്തേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിൽ ധനം ഉണ്ടാവുന്നത് എന്താ? നശിക്കാത്ത ആ ധനം നമ്മുടെ ചിന്തയും വാക്കും പ്രവൃത്തിയൊക്കെ നീങ്ങി അതിലുള്ള ചീത്തത്വമൊക്കെ നീങ്ങിയിട്ട് നമുക്ക് ആ മനസ്സ് തെളിഞ്ഞു വരും. അതിലാണ് ഏറ്റവും വലിയ ധനം എന്ന് വെച്ചാൽ നമ്മളുടെ സ്വഭാവം, അതുപോലെ നമ്മളുടെ ഓരോ പ്രവൃത്തികളൊക്കെ നന്നായി തീരാൻ അത് തന്നെയാണ് ഏറ്റവും വലിയ ധനം. അങ്ങനെയുള്ള ഓരോന്നും പറയണു ആ ഭഗവാൻ തന്നെ അല്ലേ. അങ്ങനെയല്ലേ ആ ഭഗവാനെ ഭാഗവതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ച് മക്കളെ 6 മക്കളെയും കംസൻ വധിച്ചു. 7ാമതിനെ കാണാതായി. പിന്നെ 8ാമത്തെ ഗർഭം ധരിക്കണേക്കാൾ മുമ്പുള്ള ആ ഒരു സമയം ദുഃഖത്തിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് വസുദേവരുടെ മനസ്സ് ശാന്തമായിട്ട് തെളിഞ്ഞ മനസ്സോടുകൂടി ആനന്ദത്തോടുകൂടി ഇരിക്കുന്ന വസുദേവരെ കാണുന്നു. ആ വസുദേവരെ കാണുമ്പോൾ അത്ഭുതമായി ദേവകിക്ക്. എങ്ങനെ ഇരിക്കാൻ പറ്റണേ? ഈ ദുഃഖങ്ങളെല്ലാം സഹിച്ചിട്ട് ചങ്ങലയിലിട്ടിട്ട് എന്നും വാക്കുകൊണ്ടും ഒക്കെ ഇങ്ങനെ പീഡനങ്ങളൊക്കെ ഏറ്റ് കാരാഗ്രഹത്തിൽ കഴിയുന്ന ഒരാൾക്ക് ഇനി എത്ര സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കാൻ പറ്റണമെന്ന്. അപ്പോൾ ഭഗവാൻ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ആ ഉപാസന കൊണ്ട് ഈശ്വരൻ തന്നെ ആ കുട്ടികൾ പുത്രൻ ഇല്ലാത്ത ദുഃഖം തീർക്കാനായിട്ട് ഭഗവാൻ തന്നെ ആ മനസ്സിൽ ആ പുത്രഭാവേന അവിടെ ലീലയാടണു അല്ലേ. നമ്മളോട് പൂന്താന മുത്തശ്ശൻ പറഞ്ഞു തന്നില്ലേ, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. മറ്റുള്ള കുട്ടികൾ
അതൊക്കെ നമുക്ക് നോക്കാൻ ഏൽപ്പിച്ച ആയയുടെ പണിക്ക് വേണ്ടി തന്നേക്കണതാ മക്കള്. എൻ്റെ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ ഒന്നുമല്ല. ഒരു മക്കളും ഇപ്പം നമ്മൾ പ്രസവിച്ച് വളർത്തിയും ചിലതൊന്നും നമുക്ക് സ്വന്തമൊന്നുമല്ല. നമുക്ക് വെറുതെ തോന്നുക മായ കൊണ്ട് സ്വന്തമാണെന്ന്. അവർ ചിറകും മുളച്ചാൽ അവരിതാ പറന്നു പോവും, അവരുടെ ലോകത്തിലേക്ക് പോവും. അവരെ മാത്രം ആലോചിച്ചിരുന്ന് സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. നന്നായി തീരാം, അല്ലാണ്ട് തീരാം. ഏത് വിധത്തിനായാലും അത് ദുഃഖത്തിനെ തരണു. പക്ഷേ ഉള്ളിൽ കളിക്കുന്ന ആ ഈശ്വരഭാവം, ഉള്ളിൽ നിറഞ്ഞ ആ അമൃത ആനന്ദം, അത് ശാശ്വതമാണ്. അതാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ. ആ ഉണ്ണിയാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പുത്രാർത്ഥി ലഭിച്ച പുത്രനെ ലഭിക്കും എന്ന് പറയുന്നത് ആ പുത്രഭാവത്തിൽ ഭഗവാൻ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമ്മൾ ബാഹ്യമായതിനെയൊക്കെ വിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് ആനന്ദമൊക്കെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ഇതിലൊക്കെ പ്രത്യേകം പറയണം. കാരണം നമ്മുടെ ഉള്ളിലെ അജ്ഞാനം നീങ്ങണമെങ്കിൽ ഇതൊക്കെ നന്നായി ഭക്തിയോടുകൂടി അറിഞ്ഞ് പഠിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കണ പോലെ നമുക്ക് തരുന്ന ചോക്ലേറ്റാണിത്. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ മധുരം നുണഞ്ഞുകൊണ്ട് അതിന് വേണ്ടിയിട്ട്, ആ ചോക്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ചെയ്യണം. അപ്പോൾ കുട്ടികൾ പഠിക്കുന്നത് പോലെ ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എത്തി. ഇതുകൊണ്ടുള്ള ആ ഒരു മഹത്വം അത് നമുക്ക് അനുഭവമായിട്ട് തീരുമ്പോൾ പിന്നെ നമ്മൾ അത് ആദ്യമൊക്കെ ഈ അർത്ഥത്തിനും പുത്രനും ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും സുഖത്തിനൊക്കെ വേണ്ടിയിട്ട് ചെയ്തു വെച്ചാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ഇനി എല്ലാം കിട്ടണമെന്ന് കാണുമ്പോൾ അതൊക്കെ നമ്മളെ വിട്ടുവിട്ട് പോകും. ഇതിൽ മാത്രം ആനന്ദിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ഒരു ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും. ഇടയിലൊക്കെ കേൾക്കാം ഇതുപോലെ. അതിൽ അതുപോലെ പലതും പറയുന്നുണ്ട്. ഗുരുതൽപകൻ, കനകസ്തേയി, സുരാപായി, അങ്ങനെ ഗുരുവിനെ നിന്ദിക്കുന്നവൻ, മോഷ്ടാവ്, മദ്യപാനി, അതുപോലെ ബ്രാഹ്മണന്മാരെ വധിക്കുന്നത്, അച്ഛനമ്മമാരെ ദ്രോഹിക്കുന്നവർ, അങ്ങനെ എത്രയും ചീത്തുള്ള ആൾക്കാരായിക്കോട്ടെ അവരൊക്കെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടിയിട്ട് ഈ ഒരു സ്തുതി വായിച്ചാൽ അവർക്ക് അതിൽ നിന്നൊക്കെ മോക്ഷം കിട്ടുമെന്ന് വെച്ചാൽ ആ മനോഭാവം അങ്ങോട്ട് തീർന്നാൽ അവരുടെ മനസ്സ് നേരെയായി കഴിഞ്ഞാൽ അത് തന്നെയാണ് മോക്ഷം. നമ്മൾ ഏതിലെങ്കിലുമൊക്കെ ആ കെട്ടുപാടുകളിൽ പെട്ട് കിടക്കണോ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും എന്നുള്ളതാണ് പറയണത്. ഹരേ രാമ 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 ഹരേ ഹരേ. സദൃത്തനായി. അപ്പം ഇത്രയും ആണെന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്നവർ ഇത് വായിച്ചാൽ പിന്നെ അതിൻ്റെ കാര്യം പറയണമോ എന്നുള്ളതും കൂടിയാണ് പറയണേ. സദൃത്തനായി എന്നായിടിൽ പറയണമോ മോക്ഷം സത്യസംഭവിച്ചിടും സന്ദേഹമില്ല ഏതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണാമരുൾ ചെയ്താൻ. ബാലകന്മാരെ പോകാമിഥുലാപുരിക്ക് നാം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോട് അയോധ്യയും പുക്കുകാതനെ കാണാം. ഇത്തരാമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരാമകം പുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്ന് കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകാമഹീപതി സംഭ്രമാസമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരിവരാരെന്നു കേൾപ്പിക്കണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായിപ്പോൾ. വിശ്വാമിത്രനും അത് കേട്ട് അരുളിച്ചെയ്തിടിനാൽ വിശ്വസിച്ചാലും മമാവാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ
ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്ന് കൂട്ടിക്കൊണ്ടു പോന്നീടിനേനതുകാലം കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടകയെ തന്നെ ഒരു ബാണം കൊണ്ട് ഇത് കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ ശ്രീപാദാംബുജാരജസ്പൃഷ്ടി കണ്ട അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ പരമേശ്വരമായ ജാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീയത് കാട്ടിയിടണം ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാരയോഗ്യന്മാരം രാജപുത്രന്മാരെ ഉൾക്കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ജാപം എന്നത് കേട്ടു മന്ത്രിപ്രവരൻ നട കൊണ്ടന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവാലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതൂകുലച്ചുടൻ മുറിച്ചിടുകിൽ വല്ലഭാനിവൻ മമ നന്ദനയ്ക്കെന്നു ന്യൂനം എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവതിപ്പോൾ വില്ലിഹ വരുത്തിയിടുകന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും ഹൂങ്കാരത്തോടെ വന്നു ജാപവാഹകന്മാരും സത്വരം 5000 കിങ്കരന്മാരും കൂടി ശാപമെടുത്തു കൊണ്ടുവന്നാൽ ഗണ്ഡസഹസ്രാമണി വസ്ത്രാദിഭൂഷിതം കണ്ടാലും ത്രയംബകം എന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രൻ ആനന്ദം ഉൾക്കൊണ്ടു വസിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണമിതു മൂലം വന്നു കൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദമന്ദം പോയിച്ചെന്നു നിന്നു കണ്ടിതു ജാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരമങ്ങിരേഴു ലോകങ്ങളും ഒന്ന് മാറ്റലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടവും മാട്ടും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാഘോഷം കൊണ്ടു വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാൻ ജനകഞ്ചകൽസാമിയാകിയ ഭഗവാനെ ജനസമ്മതി ഗാഠമാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൽ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ സ്വർണവർണ്ണത്തെ പുണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞ ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൽ മന്ദം മന്ദം വർണ്ണോജാ നേത്രം മുമ്പിൽ സത്രഭമ്മിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനാൾ. അവിടെ ആ സീതാ സ്വയംവരമാണ് ഇവിടെ നടന്നത്. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. അവിടെ ചെന്ന് ത്രയംബകമാകുന്ന വില്ല് ഭഗവാൻ ചോദിക്കണു അല്ലേ, ഇത് കഴിഞ്ഞാൽ ഇനി അടുത്ത തവണ കാണാം രാമലക്ഷ്മണന്മാർ പോയിട്ടൊരു വില്ലെടുത്തിട്ട് ഒടിക്കണത്. ചോദിക്കലും ഇല്ലേ, പറയലില്ല, അടുക്കുക ഒടിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ചോദിക്കണു വില്ലെടുക്കാൻ പാടും കൊലയ്ക്കാൻ പാടും, എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചെന്ന് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ആദരപൂർവം ആ വില്ലിനെ എടുത്ത് കൊലച്ച്, അങ്ങനെയാണ് ഇവിടെ ആ രാമചന്ദ്രപ്രഭു ചെയ്യണത്. അതോടുകൂടിയിട്ട് അവിടെ ആ സീതയെ ഞാൻ വിവാഹം ചെയ്ത് കൊടുത്തരാം എന്ന് ജനക മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായി. അപ്പോൾ അവിടെ സീതാദേവിയെ അണിയിച്ചൊരുക്കി കൊണ്ടുവന്ന് ആഭരണമാല്യം ചാർത്തി. മാലയും ധരിച്ചു നീലോൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനേറ്റവും വിളങ്ങിനാൻ. ഭൂമി നന്ദനക്കനുരൂപയായി ശോഭിച്ചിടും ഭൂമി ബാലൻ തന്നെ കണ്ടവർകളും
ആനന്ദാമ്പുതി തന്നിൽ വിനുടൻ മുഴുകിനൻ മനവാവീരൻ വാഴ്കെന്ന് എന്നാശിയും ചൊല്ലിയിടിനാൻ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാളിനി കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥാഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങളും എഴുതി അയച്ചിടു. വിശ്രമത്തോടു നടാകൊണ്ടിതു ദൂതന്മാരും സാകേതാപുരി ഭൂപാലൻ തന്നെ കണ്ടു. ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേശം കണ്ടു. പങ്ക്തിസ്യന്തനൻ താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകെന്നരുൾ ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാം അരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവായോഗ്യവാദ്യാഘോഷങ്ങളോടും മിഥിലാപുരാമക്കമ്പുകിതു. ദശരഥൻ മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൽ വന്ദിച്ചു ശതനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ധ്യനം വസിഷ്ഠനെ തതനു പത്നിയെയും ആർഘ്യവാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു. യഥാ യോഗ്യമുർവീന്ദ്രൻ താനും രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ. സമോദം വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു. മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു. പാദാംഭോജ മനുജന്മാർ തൊഴുതു. ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു. ശത്രുഘ്നനും ലക്ഷ്മണ പാദാംഭോജെ വക്ഷസി ചേർത്തു. ദാതൻ രാമനെ പുണർന്നിട്ടു. ലക്ഷ്മണനെയും ഗാഠമാശ്ലേഷവും ചെയ്തു. നൃപൻ ജനകൻ ദശരഥൻ തന്നെ കയ്യിൽ പിടിച്ചനുമോദത്തോടു ഉര ചെയ്തിതു മധുരമായി. ഹരേ ഗുരുവായൂരപ്പ. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി. 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ. നൂനമ്മകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്തിയ ശ്രീരാമപാദാംഭോജം കഴുകിച്ചനന്തരം ഭേരി ദുന്ദുബി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ. ജനക മഹീന്ദ്രനും ജാനകീ ജീവനസ്മരണം. തൽപാദതീർത്ഥം നിജാശിരസീധരിച്ചുടാൻ ഉൾപ്പുളകത്തോടെ നിന്നിതു. ജനകനും യാതൊരു പാദതീർത്ഥം ശിരസീധരിക്കുന്നു. ഭൂദേശ വിഭൂതമുനീന്ദ്രാദികൾ ഭക്തിയോടെ ഉർമിള തന്നെ വേട്ടു. ലക്ഷ്മണകുമാരനും കാമ്യാങ്കിമാരാം ശുതാകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തന്നെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദാസ്മിതാപൂർവം ചോദിച്ചു. ജനകനും മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യാർത്ഥമായി ഉഴുതപ്പോൾ ഏകദാ സീതമാമധ്യേ കാണായി കന്യാരത്നം ജാതമായൊരു ദിവ്യ കന്യകാതനിക്കുത്. ഞാൻ സീത എന്നൊരു നാമം വിളിച്ചാനതു മൂലം പുത്രിയായി വളർത്തു. ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം. എന്നോട് മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾനി. പരമാനന്ദാമൂർത്തി ഭഗവൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനാൽ ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യന്യയെ വന്നവതരിച്ചിതു. രാമനായി മായാമത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യോഗമായാദേവിയും മാനുഷവേഷത്തോടെ ജാതയായി ദൂതവ വേശ്മനി. തത്കാരണാൽ
സാദരം ശ്രീരാമനെ കൊടുക്കാമടി ശ്രീരാമനു കൊടുക്കാമടിയാതെ ഇത്തം നാരദനരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിയതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ രാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാലെങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ അന്നു മാനസേ തോന്നി പന്നകാവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയ മുത്തുശാസനാചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്രത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലതീനെന്നു പൃഥ്വി ബാലകന്മാരും ഉദ്ധതാഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയടങ്ങിക്കൊണ്ടാനല്ലോ അത്ഭുത പുരുഷനാമുൽപ്പല നേത്രം തന്നെ ത്വൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചൻ ഭാഗ്യവശാൽ. ഇവിടെ നമ്മൾ രാമായണം വായിക്കുമ്പോൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലേ, വിശ്വാമിത്രൻ ചെന്നിട്ട് യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ കാര്യം പറയും. ആദ്യം തന്നെ കൗസല്യയ്ക്ക് കാണിച്ചു കൊടുത്തു തൻ്റെ രൂപം, എന്നിട്ട് അവിടെ മറഞ്ഞു. പിന്നെ ദശരഥനോട് പറഞ്ഞു ഇങ്ങനെ വന്നിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്, ഇന്ന കാര്യങ്ങളെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആ ദശരഥനോട് പറയുന്നുണ്ട് ഭഗവാനാണെന്ന്. ഇവിടെ ജനകനും അറിയുന്നുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും ഇത് ഈശ്വരൻ തന്നെയാണെന്ന് ഓരോ കഥാപാത്രങ്ങൾക്കും അറിയാം. എന്നിട്ടും ആ കഥ അതിൽ അവർ ആ മനുഷ്യഭാവത്തിൽ ഭഗവാനെ കണ്ടിട്ട് പല വിധത്തിലുള്ള വിഷമത്തിൽ തീരണു അല്ലേ. നമുക്കും അറിയാം, നമുക്ക് ശാശ്വതമായിട്ട് എന്നും എപ്പോഴും കൂടെയുള്ളത് ഈശ്വരൻ തന്നെയാണ്. നമ്മളുടെ ഓരോ ചലനം കാരണമായതല്ലേ. ഇവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഓരോ അക്ഷരവും പുറപ്പെടുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ചെവിയിലേക്ക് എത്തണുണ്ടെങ്കിൽ ഇതിനൊക്കെ കാരണം നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഈശ്വരനാണ്. ആ സത്ത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ആ സത്ത് ഇല്ലാണ്ടാകുമ്പോഴാണ് നമ്മൾ ചത്തുപോയി എന്ന് പറയണത്. സത്ത് പോയ ആ ശരീരം, പിന്നെ ആ ജഡമാണ് ആ ശരീരം. ആ ശരീരം വെറും ഒരു ഉപകരണം, ഒരു വസ്ത്രം പോലെ തന്നെയാണ്. നമുക്കൊരു വസ്ത്രം അല്ലേ, വസ്ത്രം കീറിക്കളഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രം ധരിക്കണ പോലെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പം നമുക്കും അറിയാം അല്ലേ, ആ മുല്ലവർലിത്തേവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അവിടെ വന്നിരിക്കുന്നത്. നമ്മളുടെ ഓരോ കാര്യങ്ങളും നടന്നു കൊണ്ട് മുല്ലവർലിത്തേവരുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൂർവ്വജന്മമായിട്ടുള്ള കർമ്മപ്രാരാബ്ദങ്ങൾക്കനുസരിച്ചാണ് സുഖദുഃഖങ്ങളൊക്കെ വന്ന് ഭവിക്കണത് എന്നൊക്കെ ഇവിടെ പറഞ്ഞ് കേട്ട് അറിയുന്നുണ്ട്. നമുക്ക് പറഞ്ഞു കേട്ടിട്ട് അറിയുന്നുണ്ട്, പക്ഷെ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണില്ല. അപ്പോൾ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളുടെ പ്രതീകങ്ങളാണ്. ഇവരോടൊക്കെ അതിങ്ങനെ പറഞ്ഞു കൊടുത്താലും ഇതിനെ ഉൾക്കൊള്ളണില്ല അവർ. പിന്നീടും ആ ഭഗവാനാണെന്ന് അറിഞ്ഞിട്ടും എന്നാൽ ദശരഥൻ എന്തിനിങ്ങനെ ദുഃഖിച്ചു. അതാ പറഞ്ഞത്, അതൊക്കെ ഓരോ ചെയ്ത കർമ്മത്തിൻ്റെ പ്രാരാബ്ധം അനുഭവിക്കുന്നവരെ നമ്മുടെ ഉള്ളിൽ ആ തെളിച്ചം ഉണ്ടാവില്ല. കർമ്മപ്രാരാബ്ധങ്ങളൊക്കെ നീങ്ങി മനസ്സടങ്ങി എല്ലാം നിർമ്മലമാവുമ്പോഴാണ് നമുക്ക് ഈശ്വര ചൈതന്യത്തിനെ അനുഭവിക്കാനും അതിനെ അതുവരെ നമുക്ക് മനസ്സിലാവുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണില്ല. ഇവിടെ നമ്മൾ അതാണ് പറയണത്. ഓരോ ദിക്കിലും നമ്മൾ കേൾക്കേണ്ട രാമൻ ഈശ്വരനാണ്. അതുപോലെ ഓരോരുത്തരും ഉപദേശിക്കുന്നുണ്ട് അല്ലേ. ആ വസിഷ്ഠ മഹർഷി തന്നെ ഒരിക്കൽ ഇങ്ങനെ കൈകേയിയോട് പൗരുഷമായിട്ട് സംസാരിക്കുന്ന അദ്ദേഹത്തിന് അറിയാം ഇത് ഭഗവാനാണെന്നുള്ളതൊക്കെ. എന്നിട്ട് പോലും അദ്ദേഹം ഇനി രാമകാര്യാർത്ഥം രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിമിത്തമാക്കിയതാണെന്നൊക്കെ അറിയാം. എന്നിട്ടും അദ്ദേഹം അപ്പോൾ അതാ പറഞ്ഞ ഇതൊക്കെ അറിഞ്ഞാലും നമ്മൾ അതിനെ എത്ര ഉൾക്കൊള്ളണമെന്നനുസരിച്ചിട്ടേ നമുക്കത് അനുഭവമാവുള്ളൂ എന്നുള്ളത് ഈ രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ദർപ്പക സമാനായ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞരുളി ചെയ്തു ജനകനും ആദ്യമേ സഫലമായി വന്നു മാനുഷാജന്മം. ഹരേ ഗുരുവായൂരപ്പ. ആദ്യമേ സഫലമായി വന്നു മാനുഷാജന്മം ഗദ്യോദായുധ സഹസ്രോദ്യാതരൂപത്തോടും ഗദ്യോധന്യയെ പിറന്നോരു നിന്തിരുവടി വിദ്യാസംയുതമായ ജീമൂതമെന്ന പോലെ
ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമാ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം, മുക്തിയും ലഭിക്കണം. തോൽപാദാംബുജഗലിതാംബു ബിന്ദുക്കൾ ധരിച്ച് ഉൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. തൽപാദാംബുജാഗലിതാംബുധാരണം കൊണ്ടു സർപ്പഭൂഷണം ജഗത്തൊക്കെ സംഹരിക്കുന്നു. തൽപാദാംബുജാഗലിതാംബുധാരണം കൊണ്ടു സൽപുമാൻ മഹാബലി സിദ്ധിച്ചാൻ ഐന്ദ്രംപദം. ത്വൽപാദാംബുജാരജസ്പൃഷ്ടി കൊണ്ട ഹല്യവും കിൽബിഷത്തോടു വേർപ്പെട്ടു നിർമ്മലയായാൽ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ. പാദപങ്കജദ്വയം പറയണു. ആ ഭഗവാന്റെ മഹത്വം പറയാണ്. ഭഗവാനെ എനിക്ക് അവിടുത്തെ പാദങ്ങളിൽ ഭക്തി സംഭവിക്കണം. ആ ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നാമസങ്കീർത്തനം കൊണ്ടാണ് ഭക്തി ഉണ്ടാവുള്ളൂ. ആ ഭഗവാന്റെ ആ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നതും മഹാദേവൻ ആ സംഹാരം നടത്തുന്നതും എല്ലാം അവിടുത്തെ ആ അനുഗ്രഹം കൊണ്ടാണ്. മഹാബലി സിദ്ധിച്ചതും മഹാബലിക്ക് ആ ഇന്ദ്രപദവി ലഭിച്ചതും അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ്. അവിടുത്തെ നാമസങ്കീർത്തനം കൊണ്ട് എല്ലാ ബന്ധനങ്ങളായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും വിട്ടിട്ട് മോക്ഷത്തെ പ്രാപിക്കുന്നു മഹാത്മാക്കളായിട്ടുള്ള മുനീന്ദ്രന്മാർ. അപ്പം അങ്ങനെയുള്ള അവിടുത്തെ പാദപങ്കജം എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണേ. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനഗനം ഭക്തി കൈക്കൊണ്ടു കൊടുത്താൻ മഹാധനം. കരികൾ 610,000 തേരും തുരകങ്ങളെയും നൽകിയിടിനൂറായിരം. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചനാഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനഞ്ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവൻ താനും. വിധിനന്ദന പ്രമുഖന്മാരം മുനികളെ വിധിപൂർവകം ഭക്തിയാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദികളും മന്ത്രികളെയും തമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷാമകന്നോരു ജനകാനൃപേന്ദ്രനും തന്മകളായ സീതയെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ. ഇതെല്ലാം ആയിട്ട് അവിടെ നിന്ന് എല്ലാവിധത്തിലും തൻ്റെ ആസ്തിക്കനുസരിച്ചിട്ട് വേണ്ടതൊക്കെ ആ മകൾക്ക് കൊടുത്തെങ്കിലും ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളൊരു ധനം ആ ജനക മഹാരാജാവ് കൊടുക്കുന്നുണ്ട്. എന്താണ്? ആ പുത്രിയെ വന്ന് കെട്ടിപ്പിടിച്ച് ശിരസ്സിൽ മുകർന്നുകൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് പറയണു, ഒരു നല്ല ഭാര്യ എങ്ങനെയായിരിക്കണം? ആ ഭർത്താവിൻ്റെ ഗൃഹം സ്വന്തം ഗൃഹം പോലെ കണ്ട് ആ ഗൃഹത്തിൻ്റെ വിളക്കായിട്ട് തീരണം. പിന്നെ അവനവൻ്റെ ഗൃഹത്തിൽ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ആവണം എന്നുള്ള ആ ഭർത്തൃഗൃഹത്തിൽ നമ്മൾ എങ്ങനെയാവണം, ഇനി അതാണ് അവിടുത്തെ ഗൃഹം, അവിടുത്തെ സന്തോഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യമാക്കിയിട്ട് ജീവിതത്തിൽ വരുന്ന വരായികളൊക്കെ സംഭവിക്കുന്നത് അതിനെ നമ്മളെങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചിട്ട് വേണ്ടതെല്ലാം പതിവ്രതയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള പതിവ്രത ധർമ്മങ്ങളെയെല്ലാം ഉപദേശിച്ചിട്ടാണ് സീതാദേവിയെ ആ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൂടെ പറഞ്ഞേക്കണത്. നമ്മളുടെ അവിടെയൊക്കെ എന്താ പറയുക, അവിടെ ചെന്നിട്ട് നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ നിൻ്റെ കൂടെ ഉണ്ട്, ഇങ്ങോട്ട് പോരെ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാരൊക്കെ പറയും അങ്ങനെ പോകാനായിരുന്നു വെച്ചാൽ എത്രയോ മുമ്പേ ഞങ്ങളൊക്കെ പോകേണ്ടതായിരുന്നു എന്ന് പറയാം അല്ലേ, ആ അനുഭവങ്ങളിലൂടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് നമ്മളുടെ അച്ഛനമ്മമാർ ചെറുപ്പത്തിലെ തന്നെ ആ ഈശ്വരഭക്തി മനസ്സിലുറപ്പിച്ച് അവർ ആചരിച്ച് കാണിച്ചു തരുന്നു അല്ലേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ തവണ ഞാനും സുലോൻ ചേച്ചിയും കൂടി സംസാരിച്ച വിഷയം അത്. രാവിലെ നേരത്തെ എണീക്കുക. എന്നോട് ഇന്നേ ഒരു അച്ഛനും അമ്മയും നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അച്ഛനും അമ്മയും നേരത്തെ എഴുന്നേൽക്കുമ്പോൾ അവിടെ നാമജപം, അപ്പം നമ്മളും എണീറ്റ് പോവുകയാണ്.
അപ്പോൾ എണീറ്റ് വന്ന് നമ്മളെ പിന്നെ അവിടെ തട്ടിപ്പൊത്തി കിടന്ന് ഉറങ്ങിക്കോളൂ പറഞ്ഞിട്ടില്ല. അപ്പം അവർ നമ്മളെ ഒന്നിനും നമ്മളെ അതുപോലെ സന്ധ്യയ്ക്ക് നാമം ജപിക്കണം അവർ പറയില്ല. അച്ഛനും അമ്മയും ഇരുന്ന് നാമം ജപിക്കുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് നമ്മളും നാമം ജപിക്കണം. അപ്പം അവർ ഓരോന്നും ആചരിച്ച് കാണിക്കുമ്പോൾ ആ ആചാരം നമ്മളുടെ ഭാഗമായിട്ട് തീരുകയാണ് ചെയ്തത്, അല്ലാണ്ട് അതിനെ നമ്മളിൽ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്. അങ്ങനെ നമ്മുടെ അച്ഛനമ്മമാർ പകർന്നു തന്ന സുഹൃത്തം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്കിന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കാൻ തന്നെ പറ്റണത്. അപ്പോൾ നമുക്കതൊരു പ്രാരാബ്ധമായിട്ട് തോന്നില്ല. നമ്മളുടെ വീട്ടിൽ നമ്മളതങ്ങനെ ആചരിച്ചു കൊണ്ട് വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പ്രാരാബ്ധമായിട്ട് തോന്നില്ല. ഇന്നത്തെ കുട്ടികളെ അച്ഛനമ്മമാരങ്ങനെയല്ല. അവരെ ഒന്നിനെയും ഇടപെടുത്തില്ല. അവർ ചെയ്യാന്ന് പറഞ്ഞാൽ നീ വേണ്ട, നീ പോയിരുന്ന് പഠിക്കുക, നീ പോയി അത് ചെയ്യേ എന്ന് പറഞ്ഞ് 19 വയസ്സായാലും 20 വയസ്സായാലും പ്ലേറ്റിൽ ചോറെടുത്ത് വായയിൽ ഉരുട്ടി കൊടുത്ത് അതാണ് സ്നേഹം എന്നാണ് അവരുടെയൊക്കെ വിചാരം. ചോറ് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടി ഉണ്ണില്ല എന്നുള്ള നിലയ്ക്ക് വരെ വളർത്തണവരുണ്ട്. പല കാര്യങ്ങളും വീട്ടിലെ പ്രാരാബ്ധങ്ങളെയും ദുഃഖങ്ങളെയും ഒന്ന് അറിയിക്കാണ്ട് നമ്മളനുഭവിക്കുന്ന വിഷമങ്ങൾ ഒരു വിഗ്രഹം അതൊന്നും അനുഭവിക്കാണ്ട് മക്കളെ വളർത്തുകയാണ്. പിന്നെ എങ്ങനെയാണ് അവർക്കത് മനസ്സിലാവുക? അവർ പറയുമ്പോൾ കടം മേടിച്ചിട്ടായാലും വില മേടിച്ചിട്ടായാലും എങ്ങനെയെങ്കിലും അവർക്ക് വേണ്ട പൈസകളും കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിച്ചിട്ട് ഒരു സ്ഥലത്തുനിന്ന് കടം മേടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊടുക്കണം, അവിടുന്ന് കടം മേടിച്ച് മറ്റൊരു സ്ഥലത്ത് കൊടുക്കണം, അങ്ങനെ കഷ്ടപ്പെട്ട് അവർ പറയണതൊക്കെ സാധിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ അറിയണില്ല. ആ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് തന്നെ കുട്ടികളെ വളർത്തണം. കുട്ടികളെ കുറ്റം പറയാനേ പറ്റില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഏതെങ്കിലും വിധത്തിൽ ആ കുട്ടികൾ വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി പോലും അതിൻ്റെ ഉത്തരവാദികളല്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്ക് തന്നെയാണ്. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോട് ചെയ്തത് എന്താണെന്ന് മറന്നിട്ട് നമ്മൾ അവരെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും പേരിൽ അവരെ ദ്രോഹിക്കുകയാണ് ചെയ്യണത് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അവർക്ക് ആ സ്നേഹബന്ധത്തിൻ്റെ വില മനസ്സിലാവണില്ല. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം. ഇന്നത്തെ കുട്ടികളെയൊക്കെ വഴക്ക് പറഞ്ഞാൽ കേൾക്കാം. 5 വയസ്സായ 6 വയസ്സായ കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്തു, TV കാണരുത് എന്ന് പറഞ്ഞതിന് പോയി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ അവർക്ക് അറിയാം. അവരോട് എതിരൊന്നും പറഞ്ഞും അവർക്ക് ശീലിച്ചിട്ടില്ല. നമ്മൾക്ക് അടിക്കേണ്ടത് നമ്മളെ അടിച്ചേർന്നു, കെട്ടിപ്പിടിച്ച് ഉമ്മ തരേണ്ടടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നായിരുന്നു. അപ്പോൾ അവരടിക്കുമ്പോൾ നമുക്ക് അവരോട് ശത്രുത തോന്നിയിട്ടില്ല. ഇന്നത്തെ കുട്ടികളെ അടിക്കുമ്പോൾ അച്ഛൻ ഇതുപോലെ വഴക്ക് പറഞ്ഞു, TV കണ്ടുകൊണ്ടിരിക്കുന്നതിന് വഴക്ക് പറഞ്ഞ് TV നിർത്തി വെച്ച് പ്ലഗൊക്കെ ഊരിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അകത്ത് പോയിട്ട് ഒരു വലിയ എന്തോ ഒരു മുട്ടി എടുത്ത് കൊണ്ടുവന്ന് അച്ഛൻ്റെ നിറം തലക്കി എടുത്തിട്ട് കുട്ടിയെ ദേഷ്യം കൊല്ലണം എന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല. കുട്ടിക്ക് അറിയില്ല. അതിന് വന്ന ദേഷ്യത്തിനെ അത് അങ്ങനെ തീർത്തു, തലക്കടിച്ചു. അത് ഇപ്പോൾ കുട്ടിയുടെ തെറ്റൊന്നുമല്ല. അപ്പം അവന് കാരണം കുട്ടികൾ നമ്മളെ നമ്മളെ അടുത്ത് നമ്മളെ ദ്രോഹിക്കുമ്പോൾ നമുക്ക് വേദനയാവുണ്ടെന്ന് അതിന് മനസ്സിലാവണില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ആ വേദനയെ അതൊക്കെ കുട്ടികൾ മനസ്സിലാക്കണം പല വിധത്തിലും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ കണ്ടാണ് കുട്ടികളെ നമ്മൾ ഓരോരുത്തരും, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എങ്ങനെയാണ് പതിവ്രതാധർമ്മം ഒരു സ്ത്രീക്കുള്ളതുപോലെ ഒരു പുരുഷൻ്റെ ധർമ്മമുണ്ട്. അതും പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ അതും പറഞ്ഞു കൊടുക്കണം. രണ്ടും കൂടിയിട്ട് രണ്ടും ആവണം. ഒരു സ്ഥലത്ത് മാത്രം ആയാലത് ശരിയാവില്ല. അപ്പം ഇതെല്ലാം ഈ രാമായണമൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ പറയാണ്ട് പറഞ്ഞു തരണം. അതുകൊണ്ടാണ് രാമായണം പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിത്യപാരായണം ചെയ്യണം ഗൃഹത്തിൽ എന്ന് പറയണം. ഇതൊക്കെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം എന്ന് പറയും. ഇപ്പോൾ ഇതൊക്കെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം എന്ന് പറയും. ഇപ്പം എന്താണ്, ഇപ്പം ഈ രാമായണ മാസം പ്രമാണിച്ചിട്ട് മാത്രം രാമായണം കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. സ്കൂളുകളിൽ വായിപ്പിക്കുക. അപ്പം നമ്മളുടെ ഇവിടെ തന്നെ അങ്ങനെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് 1-2 തവണ ഉണ്ടായിരുന്നു. അപ്പോൾ പന്തല്ലൂർ ഒരു കുട്ടിക്ക് പോലും രാമായണം, ഞാനത് കഴിഞ്ഞ തവണ കൂടി പറഞ്ഞതാണ്, ഒരു ഗൃഹത്തിലുള്ള ഒരു കുട്ടിക്ക് പോലും രാമായണം വായിക്കാൻ അറിയില്ല.
എന്നിട്ട് അവർ വേറെ സ്ഥലത്തുള്ള കുട്ടികളെ, അതായത് ആ കുട്ടികളും എന്താണെന്നറിയോ, ഏതെങ്കിലും ഒരു ഭാഗം കാണാണ്ട് പഠിപ്പിക്കും. എന്നിട്ട് അതവിടെ കൊണ്ടെന്ന് പറയും. അത് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ എല്ലാവരും കയ്യടിയിട്ട് നമുക്കങ്ങോട്ട് കേട്ടാൽ ഹൃദയം ആർദ്രമായിട്ട് ഭക്തി കൊണ്ട് നിറയണ രീതിയിൽ അവരെ പഠിപ്പിക്കും. അങ്ങനെ ചൊല്ലാനൊക്കെ ആ ഒരു ഭാഗം മാത്രമേ അവർക്ക് അറിയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണെന്നോ അപ്പോൾ അങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കുന്നതോ അങ്ങനെയല്ലേ. ആ പഠിച്ച് റാങ്ക് നേടാനറിയാം. പക്ഷേ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ നേരിടണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ എങ്ങനെ അറിയണം. ഈ കുട്ടികളൊക്കെ ഓരോരോ വീഡിയോകളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. കുട്ടികളോട് ആരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആരാ മുഖ്യമന്ത്രി എന്നൊക്കെ ചോദിച്ച് അവരെ ഫോട്ടോ ഒക്കെ കാണിച്ചെന്ന് ചോദിക്കുമ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറയണത് തെറ്റി പറയാം. അത്രയും അവർ അപ്പോൾ എന്താ പഠിക്കണേ, ഇന്നതാ പഠിക്കണേ, റാങ്ക് ഹോൾഡറാണ് എന്നൊക്കെ പറയും. എന്നിട്ട് ഇതിനിങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇന്ദിരാഗാന്ധിയുടെയോ ജവഹർലാൽ നെഹ്റുവിൻ്റെയോ ഒക്കെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അത് ആരാന്ന് ചോദിച്ചാലൊന്നും പറയാൻ കിട്ടാത്ത അവസ്ഥ. സിനിമാ നടന്മാരുടെ അങ്ങനെയൊക്കെയാണ് വേഗം വേഗം കിട്ടണമുണ്ട് അവർക്ക്. അപ്പോൾ അതാ പറയണത്, ഇത് പുസ്തകത്തിലുള്ള പഠിപ്പ് മാത്രമായിട്ട് മാറുക, മറ്റത് അങ്ങനെയല്ല അല്ലേ. ഒക്ടോബർ 2 ഒരു ഗാന്ധി ജയന്തിക്ക് ഒരാഴ്ച മുഴുവൻ സേവനവാരമാണ്. ആ സേവനവാരത്തിൽ കുട്ടികളെ വൃത്തിയാക്കാനും പരിസരം വീടും വൃത്തിയാക്കാനൊക്കെ പഠിപ്പിക്കുന്നു, അതിനോടനുബന്ധിച്ച് പഠിപ്പിക്കുന്നു. അതുപോലെ വൃക്ഷങ്ങൾ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഓരോ കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് അതിനൊന്നും കളയാൻ നേരമില്ല. എന്നിട്ട് പഠിപ്പ് എവിടെ വരെ എത്തുന്നുണ്ടെന്നുള്ളത് അത് വേറെ അവസ്ഥ. അതങ്ങനെ സന്ദർഭം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ചിന്മയന്മായാമയനായ രാഘവൻ നിജാധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകാവേരിദുര്യാഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗാകാഹളങ്ങളും മദ്ദളവിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനതേർക്കുതിരകാലാളായ പടയോടും ആനന്ദമോടും മാതൃഭാതാക്കളോടും കൗശികാവശിഷ്ടാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരെയും ഭൃത്യാമമാത്യാദികളോടും വേഗമോട് അയോധ്യയ്ക്കമ്മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശെ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടിയുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയുമയപ്പിച്ചോരനന്തരം വെൺകൊറ്റക്കൊടാ തഴാവൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിതാധ്വജങ്ങളും കുങ്കുമാമലയജ കസ്തൂരിഗന്ധത്തോടും നടന്നു. വിരാവോട് 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെ ആ പോണ വഴിയിൽ ഓരോ വിധത്തിൽ ആ ആനന്ദത്തോടു കൂടി പോകുമ്പോൾ ആ വഴിയിൽ വെച്ചിട്ട് ഇതാ ദുർനിമിത്തങ്ങളെ കാണുകയാണ് എന്ന് പറയുന്നു. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ. ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൽ മന്നവാകർ കുറഞ്ഞൊരു ഭീതിയും ഉണ്ടാമിപ്പോൾ, പിന്നീട് അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതാനരുളി ചെയ്ത നേരം പദ്ധതി മധ്യേ കാണായി വന്നിതു ഭാർഗവനെയും നീലനീരതാനിഭ നിർമ്മലാവർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബാധവാനലാസമൻ ക്രുദ്ധനായി പരശുബാണാസനങ്ങളും പൂണ്ടു. പദ്ധതി മധ്യേ നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാന്താർത്ഥം വീണു നമസ്കാരവും ചെയ്താൽ ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും മാർത്തനായി പങ്ക്തിരഥൻ ഭാർഗവൻ രാമൻ തന്നെ വേർത്തു വന്ദിച്ചു ഭക്തിയാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരേ പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡാകുലം പരിത്രാഹി കാരുണ്യാംബുദേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നിപുത്ര മാം പരിത്രാഹി രേണുകാത്മജാ വിഭോ പരശൂവാണേ പരിപാലയാകുലം മമ പരമേശ്വര പ്രിയ പരിപാലയാ നിത്യം. പാർത്ഥിവാസമോദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തായ പിതൃഗണ തർപ്പണം ചെയ്ത നാഥ
കാത്തുകൊള്ളുക തപോവാരിതേ ഭൃഗൂപതേ കാൽത്തരീരിണാതവ ശരണം മമ വിഭോ. പോണ വഴിക്കുക സാക്ഷാൽ ശ്രീ പരശുരാമൻ അവിടെ പ്രത്യക്ഷപ്പെടണു. ക്രുദ്ധനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് കണ്ടിട്ട് ക്ഷത്രിയന്മാരെ വധിക്കുക എന്നുള്ളത് 21 വട്ടം ക്ഷത്രിയന്മാരെ വധിച്ചു. അതായത് എങ്ങനെയുള്ള ക്ഷത്രിയന്മാരെ? അസുരന്മാരെ, ആസുരിക ഭാവത്തിൽ ഭൂമിയിൽ വന്ന് പിറന്ന ക്ഷത്രിയ രാജാക്കന്മാരെ, ജനങ്ങൾക്കൊക്കെ ദ്രോഹം ചെയ്യണവര്, നല്ല കാര്യങ്ങളൊക്കെ അതായത് യാഗാദി പൂജകളൊക്കെ മുടക്കി ജനങ്ങൾക്കൊക്കെ ദ്രോഹം ചെയ്യുന്ന അങ്ങനെയുള്ള രാജാക്കന്മാരെയൊക്കെ 21 വട്ടം ചുറ്റിയിട്ട് അവരെയൊക്കെ വധിച്ചു കളഞ്ഞു എന്നാണ് പറയണേ. അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ അംശാവതാരം കൊണ്ട് അദ്ദേഹം അംശാവതാരം എന്ന് പറയും, ആവേശാവതാരം എന്ന് പറയും. ഇതിൽ പരശുരാമന് ആവേശാവതാരമാണ്. കാരണം ആവേശാവതാരം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സമയത്ത് മാത്രം ഈശ്വരഭാവമാണ്. തൻ്റെ ആ നിയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? തൻ്റെ ഈശ്വരഭാവം ഈശ്വരനിലേക്ക് തന്നെ ലയിപ്പിച്ചിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി തപസ് ചെയ്യണം. ഇന്നും തപസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് മഹാത്മാക്കൾ അനുസ്മരിക്കുന്നത്. അങ്ങനെയുള്ള പരശുരാമനെ വഴിയിൽ കണ്ടപ്പോൾ ദശരഥ മഹാരാജാവിന് പേടിയായി. കാരണം ക്ഷത്രിയരെ വധിക്കണ ആളല്ലേ, ഇനി നമ്മളെ വധിക്കാൻ വന്നതാണ്. അത്രയും ക്രോധത്തോടു കൂടിയിട്ടാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ ചെന്നതാ ദശരഥൻ വീണ് നമസ്കരിച്ചപ്പോൾ ദശരഥൻ അവിടെ വന്ന് നിന്നോ വീണ് നമസ്കരിച്ചു എന്നോ ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ പറയില്ലേ, നമ്മൾ പറയില്ലേ കൈതട്ടി മാറ്റി പോവുക എന്ന്, അതുപോലെ അവഗണിച്ചുകൊണ്ട് അങ്ങോട്ട് മുന്നാക്കം പോവുക ചെയ്തത്. ദശരഥനെ കണ്ട ഭാവം ഉണ്ടായില്ല. ഇത്തരം ദശരഥൻ ചെന്നതാദരീയാതെ ബദ്ധരോഷേണ വന്യജാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാനാർക്കമണ്ഡലം പോലെ നിത്യാസത്വരം ശ്രീരാമനോടരുളി ചെയ്തിട്ട് ഞാൻ രാമൻ്റെ നേർക്ക് അങ്ങോട്ട് ചെന്ന് രാമൻ്റെ മുമ്പിൽ നിന്നു. എന്നിട്ട് ചോദിക്കണു രാമനോട്, ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവൻ ക്ഷത്രിയനെന്നാകിലോ നില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭാമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം കണ്ടിച്ചത്, എൻ്റെ കയ്യിലുണ്ടൊരു ശാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയാകുലജാതനാകിൽ നീയതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവിൻ. അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയാകുലന്തകൻ ഞാനെന്നതറിഞ്ഞില്ലേ, ശത്രുത്വം നമ്മിൽ പണ്ടേയുണ്ടോർക്ക നീ. രേണുകാത്മജനേകം പറഞ്ഞോരനന്തരം ശോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞിതു. എന്തോന്നു വരുന്നതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തിചന്ദനൻ ഭീതി പൂണ്ടു വേപത പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചാതനയനും. അത്യധികം ക്രോധത്തോട് കൂടിയിട്ട് രാമൻ്റെ മുമ്പിൽ, ബാക്കിയുള്ളവരുടെ വാക്കുകൾ കേൾക്കണില്ല, ആരെയും കാണണമില്ല, രാമൻ്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് ആ കണ്ണിൽ നിന്നൊക്കെ പ്രവഹിക്കുന്ന ആ അഗ്നിജാലയിൽ രാമൻ ദഹിച്ചു പോകുമെന്ന് തോന്നണ പോലെയുള്ള ക്രോധത്തോട് കൂടിയിട്ട് വന്നിട്ട് ആ ക്രോധത്തോട് കൂടിയിട്ടാണ് പറയണത്. ഒന്നിലോ നീ ആ ചാപം, ആ ശൈവചാപം ഖണ്ഡിച്ചു എന്നൊക്കെ കേട്ടുല്ലോ, എൻ്റെ കയ്യിലുണ്ട് ഒരു ചാപം, അതിനെ കുലയ്ക്കാൻ നിനക്ക് സാധിക്കും, അതിനെ കുലയ്ക്കൂ, അല്ലെങ്കിൽ ഞാനിതാ നിങ്ങളെല്ലാവരും കൂട്ടത്തോടു കൂടി സംഹരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ചു. ഗിരികളും ഇതൊക്കെ കടലൊക്കെ കൂടുതൽ തിരമാല അടിച്ചു എന്നാണ് പറയുന്നത് ഭയം കൊണ്ട്. അങ്ങനെ നദികളൊക്കെ കലങ്ങി മറിഞ്ഞൊഴുകാൻ തുടങ്ങി. ദേവന്മാർ പേടിച്ചു, എല്ലാവരും പേടിച്ചു. അങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആരോടാണോ ദേഷ്യത്തോടു കൂടി ഇത് പറഞ്ഞത് ആ ആൾ മാത്രം പേടിച്ചില്ല. ഇവിടെ നമുക്ക് കാണിച്ചു തരികയാണ്, അത്യന്തം ക്രുദ്ധനായിട്ട് നമ്മളോട് നേരിട്ടിട്ട് ഒരാൾ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക? അതിലും ദേഷ്യത്തോടു കൂടിയിട്ട് അവരോട് പറയും അല്ലേ. ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട അതിൻ്റെ ഇരട്ടി ദേഷ്യം, ഇങ്ങോട്ട് ഒരു അടി അടിച്ചാൽ അങ്ങോട്ട് 2 അടി അടിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ
എല്ലാവരെയും ഭയപ്പെടുത്തണ ദേഷ്യത്തിൽ വന്നപ്പോൾ രാമൻ എന്ത് ചെയ്തു? രാമൻ മുക്തിഭാവവും പൂണ്ടു രാമനും കുമാരനും ക്രുദ്ധനാൻ പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലഴും മഹാനുഭാവന്മാരമ്പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശയാം അവർക്കെന്തോന്നുള്ള ദൂതപോനിതേ ശ്വാസമാകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? നിന്തുരുവടി തിരുവുള്ളത്തിലേറുന്ന ദീനം തരാമുണ്ടോ പിന്നെ വരുന്നു നിരോപിച്ചാൽ. അപ്പം പറയാണ്, അങ്ങേപോലെയുള്ള എപ്പോഴും ഉണ്ടല്ലോ അഹങ്കാരം കൊണ്ടാണ് ദേഷ്യം ഉണ്ടാവുക. അഹങ്കാരം വരുമ്പോഴാണ് നമുക്ക് ഞാൻ എന്നുള്ള ഭാവം, അഹങ്കാരം അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വല്ലാണ്ട് ഉണ്ടാവുക. അപ്പം ആ ഞാനിനെ ഒന്നങ്ങോട്ട് തഴുകി തലോടി കഴിഞ്ഞാൽ അവിടെയുള്ള ആ ക്രോധം ഒന്ന് കുറയും. ഇവിടെ എന്താ പറഞ്ഞു അങ്ങേപോലെയുള്ള മഹാത്മാക്കൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ എന്താ ചെയ്യുക? അതായത് എനിക്ക് അങ്ങയോട് യുദ്ധം ചെയ്യാനുള്ള കെൽപ്പൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞു. അത് പറഞ്ഞ ആദ്യം ഒന്നങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ പറയണു, എനിക്ക് കഴിയില്ല, അങ്ങയെ ആശ്രയിച്ചിട്ടല്ലേ ഞങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ ആശ്രമ കുലധർമ്മമൊക്കെ പാലിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെയൊക്കെ വധിക്കണമെന്ന് വിചാരിച്ചാൽ അതിനെ തടയാൻ ആർക്കും പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചോണ്ടൊന്നും അതിനെ തടയാൻ പറ്റില്ല, വധിക്കുക തന്നെ ചെയ്യും. അങ്ങയുടെ കാരുണ്യം കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള നിലയ്ക്ക് ശാന്തമായിട്ട് പുഞ്ചിരിയോട് കൂടിയിട്ട് ആ സമസ്തവും ആ അടിയറവ് പറയണ പോലെ ഭഗവാൻ ഒന്ന് താന്നു കൊടുത്തു. അവിടെ അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു, സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയാകുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തൻ. ശസ്ത്രാർത്ഥ പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ഞാൻ ക്ഷത്രിയനായിട്ട് ജനിച്ചതാണ്, എങ്കിലും എനിക്ക് അത്ര വലിയ അമ്പും വില്ലും കൊലയ്ക്കാനോ അതിനൊന്നും എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല എന്നാ പറയണേ. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലല്ലോ. എനിക്ക് അങ്ങനെ ശത്രുവാണ് മിത്രാണ് അങ്ങനെയുള്ളൊരു ഭേദങ്ങളും ഇല്ല, ആരോടും ഇല്ല. ശത്രുവിനെ സംഹാരം ചെയ്യാനുള്ള ശക്തിയും എനിക്കില്ല. അന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്ദുരു വഴിയുടെ ചിന്തതം അതുമൂലം. അപ്പോൾ പറയുന്നു, സാക്ഷാൽ യമധർമ്മൻ വിചാരിച്ചാൽ പോലും അങ്ങയുടെ ചിന്തയ്ക്കെതിരായിട്ട് ചെയ്യാൻ പറ്റിയത് അങ്ങോട്ട് പറയുമ്പോഴേക്കും അല്ലേ. അങ്ങനെയാണ് ഓരോരുത്തരും കാര്യം നേടേണ്ടത്. ഇപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ കാണാം, കുറേ മറ്റുള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്ന കുറേ ആൾക്കാരുടെ കാര്യമൊക്കെ പറയല്ലേ, എന്താ പറയുക ഗുണ്ടകൾ എന്നെന്തോ പറയട്ടെ. അവരുടെ പിന്നാലെ കുറേ പേരുണ്ടാവും. അവർക്ക് ഇവരെ പേടിയില്ല. കാരണം എന്താ, അവരെ ശിങ്കിടി പാടിയിട്ട് അവർ പറയണത് അവരങ്ങനെയാണ് അവർ ചെയ്യണത് എന്താണെന്ന് പറഞ്ഞാൽ അവരെ ശിങ്കിടി പാടി നടക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് അവർക്ക് അതിനെ പേടിയില്ല. അപ്പം അതുപോലെ ഈ അഹങ്കാരത്തിൻ്റെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് കാണിച്ചു തരണമെന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഇതാണെന്ന് കാണിച്ചു തരുന്നുള്ളൂ. ഇവിടെ ആ പരശുരാമൻ ചെയ്ത പ്രവർത്തിക്കൊക്കെ അതിനൊക്കെ ഒരു സങ്കല്പമുണ്ട്, അതിനൊക്കെ ഒരു കാരണമുണ്ട്. പക്ഷേ നമുക്ക് പറഞ്ഞു തരണു ഓരോ സന്ദർഭവും നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന്. എന്നിട്ട് പറയണു, അങ്ങ് പറഞ്ഞത് അനുസരിക്കുക, അങ്ങ് പറഞ്ഞത് ഞാൻ കേൾക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. എന്താ പറഞ്ഞത്, ഈ വില്ല് കൊലയ്ക്കണം എന്നല്ലേ പറഞ്ഞേ. എനിക്കതിന് സാധിക്കുന്നൊന്നും അറിയില്ല, ഞാൻ വില്ല് കൊലയ്ക്കാനൊന്നും അത്ര ശക്തനല്ല. എന്നാലും വില്ലിങ്ങു തന്നാലും ഞാൻ അകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാകാ വേണ്ട. എനിക്ക് പറ്റെങ്കിൽ ഞാൻ കുലയ്ക്കാം, ഇല്ലെങ്കിൽ അങ്ങനോട് ക്ഷമിക്കണം, ദേഷ്യം ഉണ്ടാവരുത് എന്നെല്ലാം പറഞ്ഞിട്ട് കൈ നീട്ടണു. സുന്ദര സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരാകേന്ദ്ര മുനിവൃന്ദവന്ദിതാദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു വന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു.
കുലച്ചു ബാണമേഘമെടുത്തു തൊടുത്താശു വലിച്ചു മറിച്ചുടഞ്ഞിതോജിത ശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോട് രഘുപതി മോദമോടരുളി ചെയ്തിടണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവാരാമ ലക്ഷ്യം കാട്ടിത്തന്നിട വേണം ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢമാനന്ദം അതിനുത്തരമരുൾ ചെയ്തു. ഭഗവാന്റെ ആ ആവേശ അവതാരം മാത്രമാണ് ആര് ഭാർഗവരാമൻ അല്ലേ. ഭാർഗവരാമനെ അടക്കാൻ ഒരു നോട്ടം മതി ശ്രീരാമചന്ദ്രപ്രഭുവിന്. അപ്പോൾ ശ്രീരാമചന്ദ്രപ്രഭു എന്തിനാണ് ഇങ്ങനെ എന്നുവെച്ചാൽ നമുക്ക് പഠിപ്പിച്ചു തരണോ, നമ്മളോട് കയർത്ത് സംസാരിക്കണം, അവരോട് നമ്മൾ എങ്ങനെ വേണം അനുനയിപ്പിച്ചിട്ട് കാര്യങ്ങൾ അങ്ങനെയാണ് നോക്കേണ്ടത്. അധികം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക ചെയ്യേണ്ടത്. കാരണം അല്ലെങ്കിൽ അത് പിന്നീട് വലിയ വലിയ കലാപങ്ങൾക്ക് കാരണമാവും. അപ്പോൾ അനുനയിപ്പിക്കാൻ സാധിക്കുന്നിടത്തോളം തന്നെ അല്ലേ. ഇതിൽ തന്നെ പറയുന്നുണ്ട് സാമം ദാനം ഭേദം ദണ്ഡം അവസാന പാടില്ല, ആദ്യം അല്ലേ. അങ്ങനെയുള്ള അത് പറയണ്ട. അതുപോലെ പറഞ്ഞു. എന്നിട്ട് ആ വില്ല് കൊലച്ചിട്ട് പറഞ്ഞു, ഞാൻ വില്ല് കൊലയ്ക്കാൻ സാധിച്ചു എന്ന് വിചാരിച്ചാൽ അതിനെനിക്ക് മാർഗം കാണിച്ചു തരണം. കാരണം എൻ്റെ വില്ല് നിഷ്ഫലമായിട്ട് വരില്ല. അതുകൊണ്ട് ഇതെവിടേക്കാണ് ഈ വില്ല് ആ തൊടുത്താൽ പിന്നെ വിടാണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക്. പക്ഷെ അത് എവിടേക്ക് വിടണം എന്നുള്ളത് ആ മാർഗം കാണിച്ചു തരുമെന്ന് ഭാർഗവരാമനോട് പറയുമ്പോൾ അതാ സന്തോഷത്തോടു കൂടി ആനന്ദത്തോടു കൂടിയിട്ടതാ ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ സീതാഭിരാമ ആനന്ദാത്മക വിഷ്ണു ശ്രീരാമ രാമ രമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയാഹേതുമൂർത്തേ ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജാവിലോചന കാരുണ്യവരന്നിധേ ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തെഞ്ചിനം ഉഗ്രമം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനൂദിനം സേവിച്ചൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മത്പുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായ അരുളി ചെയ്തിടിനാൽ ഉത്തിഷ്ഠോത്തിഷ്ഠ ബ്രഹ്മൻ തുഷ്ടോഹം തപസത്തെ സിദ്ധിച്ചു സേവാബലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാൻ എന്നതും അറിഞ്ഞാലും കർത്തവ്യം വലതുണ്ടു ഭവതാ ഭൃഗൂപത്തെ കൊല്ലണം പൃഥുഹന്താവാകിയാഹേ ഗയനെ ചൊല്ലഴും കർത്തവ്യ വീരാജനനം നൃപേന്ദ്രനെ വല്ല ജാതിയും അവൻ മത്കലാംശനല്ലോ വല്ലഭന്തനുർവേദത്തിൽ അവൻ നേറുമല്ലോ ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക പൃഥ്വിമണ്ഡലമാകെ പിന്നെ ശാന്തമാക്കി ശാന്തിയെ പ്രാപിപ്പിച്ചു തമാമായ തപോനിഷ്ഠയാ വസിച്ചാലും. അപ്പോൾ ഇവിടെ പറയണു ഭാർഗവരാമൻ പണ്ട് സാധാരണ ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് നമ്മൾ പറയില്ലേ, മനുഷ്യ ദൈവം എന്നൊക്കെ പറയണ്ടേ. അത് എല്ലാവരും ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാനാണ്. ചില സമയത്ത് ചിലവരിൽ അത് പ്രകടമാവുക ചെയ്യുന്നത്. അപ്പോൾ അവരെ ആ ഈശ്വരഭാവം പ്രകടമാക്കാനായിട്ട് അവരുടെ തപസ് കൊണ്ടും സിദ്ധി കൊണ്ടും ഒക്കെ ആൾക്കാർ മനുഷ്യന് ദൈവമാവാൻ പറ്റില്ല. അത് അറിവില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. മനുഷ്യൻ്റെ ഉള്ളിൽ എല്ലാവരും ഈശ്വര സ്വരൂപികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ അണിഞ്ഞിരിക്കുന്ന പുറഞ്ചട്ട, നമ്മുടെ കർമ്മഭാരാന്തങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന പുറഞ്ചട്ട കൊണ്ട് നമുക്ക് വേറെ വേറെ തോന്നുന്നതാണ്. ആത്മാവായിട്ട് എല്ലാവരുടെ ഉള്ളിൽ ആത്മാവായിട്ടിരിക്കുന്ന ഒരേ ചൈതന്യം തന്നെയാണ്. ആ ചൈതന്യത്തിനെ തപസ് ചെയ്ത് അവരുടെ കർമ്മപ്രാരാബ്ധങ്ങളെയൊക്കെ നീക്കിയിട്ട് ഉണർത്തുന്ന മഹാത്മാക്കളിൽ നമുക്ക് ആ ഈശ്വരഭാവം പ്രകടമായിട്ട് ചിലപ്പോൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനെ പരിഹസിക്കുകയല്ല വേണ്ടത്, അങ്ങനെ സാധിക്കുന്നവരുടെ മുമ്പിൽ നമസ്കരിക്കുക ചെയ്യുക. കാരണം അവർ ആ ശരീരഭാവം വിട്ട് ഈശ്വരഭാവം, ഉള്ളിലുള്ള ഈശ്വരഭാവത്തെ ഉണർത്തിയിട്ട്
ഈശ്വരഭാവത്തിൽ നമ്മുടെ മുമ്പിൽ പ്രകടമാവുകയാണ്. അതുപോലെ സാധാരണയായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തപസ്സിൻ്റെ ശക്തി കൊണ്ട് ഭഗവാൻ തന്നെ സാക്ഷാൽ ശ്രീമൻ നാരായണൻ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയാണ് ചെയ്യണത്. ഇതൊക്കെ അദ്ദേഹം കൊടുത്ത നിയോഗമാണ് ഈ ചെയ്തതൊക്കെ ഭാർഗവരാമന്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഭഗവാന്റെ ഒരംശം, ആവേശാവതാരം എന്ന് പറഞ്ഞാൽ ആ ഭഗവാൻ തന്നെ സാക്ഷാൽ ശ്രീമൻ നാരായണൻ തന്നെ ആ പരശുരാമനിലേക്ക് ആവേശിച്ചു. ആ വൈഷ്ണവ ചൈതന്യം പ്രകാശിച്ചു. ആവേശിക്കുക വെച്ചാൽ ആ ചൈതന്യം പ്രകാശിക്കുക ചെയ്തത്. അങ്ങനെ അനുഗ്രഹിച്ചിട്ട് പറയുന്നു, പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടം തമ്മീലെന്നാൽ എന്നുടെ തേജസ് അന്യോന്യം ദാശരഥി തന്നിലാക്കിയിടുക നീ. അപ്പം എന്തിനാ വന്നത് ഇവിടെ ഭാർഗവരാമൻ? തൻ്റെ ആ തേജസ്സിനെ വീണ്ടും ആ വിഷ്ണുവിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം തപസ് ചെയ്യാൻ പോവാണ്. ചിരഞ്ജീവിയാണ്. അതിൽ ചിരഞ്ജീവികളുടെ ഒരാളാണ് ഹനുമാൻ സ്വാമിയും. അതുപോലെ ഈ ഭാർഗവരാമനൊക്കെ ചിരഞ്ജീവിയാണ്. അവരൊക്കെ ഹിമാലയ സാനുക്കളിൽ എവിടെയോ ഇരുന്ന് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭൂമിയിൽ തന്നെ ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് മഹാത്മാക്കൾ അനുസ്മരിക്കുന്നത്. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മ പ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ തന്നെ യോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാഥ. നിന്തിരുവടി തന്നെ വന്നവതരിച്ചോരു ഭക്തി സന്തനാഥു സുധാനല്ലോ നീ ജഗൽപദേ. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തൊന്നിതു ശരാസനം. ബ്രഹ്മാദിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ള ഒരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീ നാരായണൻ താനല്ലോ ഭവാൻ ജഗത് സാക്ഷിയും സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. മുന്നം ചെയ്തോരു തപസ്സാഫല്യമെല്ലാം വന്നു. ഇത്രയും അന്ന് തപസ് ചെയ്തതിൻ്റെ ഫലം എനിക്ക് അനുഭവമായതെന്ന ഇപ്പോഴാണ്. ആ തപസ് ചെയ്തപ്പോൾ വരം കിട്ടി, ആ വൈഷ്ണവ തേജസ് ലഭിച്ചു. ഇതുവരെ ചെയ്ത കർമ്മങ്ങളെല്ലാം ആ തേജസ്സിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്തു വെച്ചാലും അതല്ലായിരുന്നു എൻ്റെ തപസ്സിൻ്റെ ഫലം. എൻ്റെ തപസ്സിന് സഫലമായത് ഇപ്പോഴാണ്. എങ്ങനെയാ ഭഗവാനെ ദർശിച്ചപ്പോൾ എൻ്റെ ആ തപസ്സിൻ്റെ ആ ഫലം ഇപ്പോഴാണ് ഞാൻ ആ തപസ്സിൻ്റെ ഫലം അനുഭവിച്ചത് എന്ന് പറയുന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സതതം വസിക്കണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതി ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുരാ പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം. യാവൽ പര്യന്തം മായാ സംവൃതം ലോകമോട്ടാൽ താവൽ പര്യന്ത അറിയാവല്ല ഭവത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും ത്വൽസേവാരതന്മാരം മാനുഷർ മെല്ലെ തന്മായാരചിതമം സംസാരപാരാവാരം തന്മറൂകരായ വീടുന്നു കാലം കൊണ്ടേ. തത്വജ്ഞാനപരന്മാരം ജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരോ സദ്ഗതി ലഭിച്ചിടും. സദ്ഗുരു വരങ്കൽ നിന്നമ്പോടു വാക്യജ്ഞാനമുൽക്കാമ്പിൽ ഉദിച്ചിടും തൽപ്രസാദത്താൽ. അപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപ്പെട്ടു ഭവചിന്മയ പദത്തിങ്കലാഹന്തലയിച്ചിടും. ത്വൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലായല്ലോ വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും. പറയണു ഭഗവാനെ, അവിടത്തോടുള്ള ഭക്തി കൊണ്ട് മാത്രമേ അങ്ങയുടെ കഥകൾ കേൾക്കുക. ആ കഥകൾ കേൾക്കുമ്പോൾ ആ നാമം ജപിക്കാനായിട്ട് സാധിക്കുക. ഈശ്വര ഭക്തിയോട് കൂടിയിട്ട് നാമം ജപിച്ച് അങ്ങയുടെ കഥകൾ കേട്ട് ഉള്ളിൽ ഭക്തി എന്ന് പറയുമ്പോൾ മാത്രമേ ആ ഈശ്വരനിൽ
ഈശ്വരപദത്തിൽ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഭക്തിയില്ലാത്ത ഒരാൾക്ക് കൽപ്പകോടികളായാലും ഭഗവാനെ അറിയാനോ അനുഭവിക്കാനോ ആ കർമ്മപ്രാരാബ്ധങ്ങൾ തീരാനോ പോണില്ല. അതുകൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് ജ്ഞാന സുഖമാണെന്ന് പറയണു. അജ്ഞാനം നീക്കി തദ്ബോധം മമ സിദ്ധിക്കണം. ആകയാൽ തൊൽപാദ പത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. ആരുടെ പ്രാർത്ഥനയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയാണ്. എന്താണ്? അവിടുത്തെ പാദപങ്കജങ്ങളിൽ ഇളക്കം വരാനുള്ള ഭക്തി ഉണ്ടാവണം. അങ്ങനെയല്ലാണ്ട് ഓരോ പ്രാർത്ഥനയിലും അത് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു തവണ രാമായണം വായിക്കുമ്പോൾ പലതവണ ഭക്തി ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ ഭക്തി ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ നാവിൽ വരുന്നു. ആദ്യമൊക്കെ അറിയാണ്ട് വായിച്ചു എന്ന് വിചാരിച്ചാലും പിന്നെ നമ്മൾ അത് അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കാൻ ശ്രമിച്ചാൽ ആ വരികൾ വായിക്കുമ്പോൾ മനസ്സൊന്ന് ആർദ്രാവും. അപ്പോൾ നമ്മളൊന്ന് മനസ്സിൽ തട്ടി വായിക്കും അല്ലേ. നമ്മൾ രാമായണ മാസത്തിൽ രാമായണം വായിച്ച് കളയാം എന്നൊന്ന് വായിക്കുന്നുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ 35 വർഷമായിട്ട് നിർത്താണ്ട് രാമായണം വായിക്കുന്നുണ്ട് തോന്നും. ആ രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും എല്ലാ കാര്യങ്ങളെയും ചോദിച്ചാലൊക്കെ പറയും. അതിലെ കഥകൾ ചോദിച്ചാലും പറയും. പക്ഷേ അതിൽ നിന്ന് ഇങ്ങനെയുള്ള ഓരോ വരികൾ അതിൻ്റെ ഒരു അന്തരാർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും അറിയില്ല. വെറുതെ വായിച്ചു അത്ര തന്നെയുള്ളൂ. പക്ഷേ വായിക്കുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മളൊരു തവണ വായിച്ചിട്ട് വീട്ടിലിരുന്ന് ഇനിയും ചെന്ന് വായിക്കുമ്പോൾ ഈ വരികളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആർദ്രത വരും. അപ്പം നമ്മൾ ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോകും അറിയാണ്ട്. പാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദശരഥേ നമസ്തേ സതാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖാപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്മയാ ഭവൽ ചരണാംബുജം നമോസ്തുതേ. സദ്ഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യം ഒക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ. സന്തോഷം പ്രാപിച്ച് ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തെന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ. പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹം ഉണ്ടെന്നെക്കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസീ സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘൂപതേ രാമകാരുണ്യാംബുധേ. ഏതാനും അനുഗ്രഹമുണ്ടെന്നെക്കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘൂപതേ രാമകാരുണ്യാംബുധേ. ഭഗവാനെ ഇത്തിരിയെങ്കിലും ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ ഒന്ന് മാത്രം മതി. അവിടുത്തെ പാദത്തിൽ ഭക്തി ഉണ്ടാകാൻ അതിനുള്ളൊരു ഭാഗ്യമല്ല, അത്രയ്ക്ക് നേടിയിട്ടില്ലേ, വേണ്ട. അങ്ങയുടെ പാദത്തിൽ ഭക്തിയുള്ളവരുടെ പാദങ്ങളെ സേവിക്കാനെങ്കിലും അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് അവിടെ പ്രാർത്ഥിക്കണം. സ്തോത്രം മയാകൃതം ലഭിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടണം. വിശേഷിച്ചും മുക്തി വന്നെടുക്കുമ്പോൾ തത്പാദാംബുജസ്മൃതി ചിത്തേ ഭവിപ്പതിനായി അനുഗ്രഹിക്കണം. മരണകാലത്തു ഭവൽ സ്വരൂപത്തെ മരതകവർണ തെളിഞ്ഞു കാണണം. മുരളിനാദമാം അമൃതു കൊണ്ടെൻ്റെ മരണസങ്കടം അകറ്റിടേണമേ. അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ട് കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാജലം പുക്കീടിനൻ. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവും അകന്നു. തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്ത് അനന്താശുക്കളോടും
പ്രൗഢാത്മാവായ വിജയനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥവാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈര്യമായി രമിച്ചു വാണിയിടിനാരെല്ലാവരും വൈകുണ്ഠപുരി തന്നിൽ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിയുമായ മാനുഷവേഷം കൈക്കൊണ്ട ആനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം കേകയാ നരാധിപനാകിയ യുധാജിത്തും കൈകേയീതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവൻ ദൂതനെ അയച്ചത് കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൽ ആദരവോടു നടന്നിടിനാൻ അവർകളും മാരുതൻ തന്നെ കണ്ടു ശത്രുഘ്നൻ ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാൻ അതുകാലം മൈഥിലിയെയും നിജ നന്ദനോടും ചേർന്നു കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ടാൽ രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജവാമിനിമാരോടും ആനന്ദിച്ചു ദശരഥൻ സാകേതാപുരി തന്നിൽ സുഖിച്ചു അണീടിനാൻ ഭാഗശാസന അമരാലയെ വാഴും പോലെ നിർവികാരാത്മാ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാഗതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചുവാണ് അയോധ്യാപുരി തന്നിലെന്നെ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജാനകീ ജീവനസ്മരണം. ബാലകണ്ഠം സമാപ്തം. ബാലകണ്ഠം ഇവിടെ നമ്മൾ സമർപ്പിക്കുകയാണ്. സമയത്രയും അയോധ്യാകാന്ഡം തൊട്ടിട്ട് ഇനി അടുത്ത ഇതിൽ അയോധ്യാകാന്ഡം തൊട്ടിട്ട് വായിച്ചു തുടങ്ങാം. ഇവിടെ സമർപ്പിച്ച് ഭഗവാന്റെ പാദത്തിൽ പരമമായ പ്രേമഭക്തി ഉണ്ടാവണ ഏതാണ് എല്ലാവരുടെയും പ്രാർത്ഥന. അപ്പം കുറച്ച് നാമം ജപിച്ചുകൊണ്ട് അത് പ്രാർത്ഥിച്ച് ഇവിടെ സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗളത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ. പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ. ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരും ശുഭേ. തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി. ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗള ചണ്ഡികേ. കൈതൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി. തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി. നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി. ഭവക്കടലിൽ നിന്നെ സദയം കരകേറ്റണേ. ഗോലോകനാഥയം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ. ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം. ബിഭ്രദ്വാസക്കനകകപിശം വൈജയന്തീം ചമാലാം. ചന്ദ്രാൺവേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദൈ. വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശതി. ഗോലോകനാഥനം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേ ശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമഃ.
ശ്രീഹരയേ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമതീയ ജന്മം. ഇന്നത്തെ 3-ാം ദിവസത്തെ പാരായണം ഇവിടെ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കണം. അറിഞ്ഞോ അറിയാണ്ടോ വന്ന എല്ലാ തെറ്റുകളും ഭഗവാന് സമർപ്പിക്കുകയാണ്. ഭഗവാനെ അതെല്ലാം അത് പാദപൂജയായിട്ട് സ്വീകരിക്കണം. മനസ്സോ ഇന്ദ്രിയങ്ങളോ അറിയാണ്ട് ഓരോന്നിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഭഗവാനെ അതെല്ലാം പുറത്ത് അവയൊക്കെ നേർവഴിക്ക് നയിക്കാൻ, അവയൊക്കെ ഭഗവാന്റെ പാദത്തോട് ചേർത്ത് വയ്ക്കാനായിട്ട് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. രാധേശ്യാം രാധേശ്യാം.